ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ജനറൽ കൺവെൻഷൻ 2025 ഷാരോൺ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ സെമിനാറിനായിട്ട് കർത്താവിന് സ്തോത്രം കരയറ്റുന്നു. ഭൗമിക കഷ്ടതയും സ്വർഗീയ മഹത്വവും സമകാലിക വെല്ലുവിളികളോടുള്ള ദൈവശാസ്ത്ര വിശകലനം, ഇംഗ്ലീഷിൽ എർത്തലി സഫറിംഗ് ആൻഡ് ഹെവൻലി ഗ്ലോറി, എ തിയോളജിക്കൽ അനാലിസിസ് ഇൻ റെസ്പോൺസ് ടു കണ്ടംപററി ചലഞ്ചസ് എന്ന തലക്കെട്ടിലൂന്നിയാണ് ഇന്ന് നമ്മുടെ ചിന്താവിഷയത്തെ ഇവിടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് എനിക്ക് നിയോഗം ലഭിച്ചിരിക്കുന്നത്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ അനുഗ്രഹീതരായ സഭാ നേതൃത്വം, ജനറൽ പ്രസിഡന്റ്, ഇൻ്റർനാഷണൽ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനറൽ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, മറ്റ് കൗൺസിൽ അംഗങ്ങൾ, സീനിയേഴ്സ് ആയിട്ടുള്ള ദൈവദാസന്മാർ, ഷാരോൺ റൈറ്റേഴ്സ് ഫോറം അംഗങ്ങൾ, ദൈവമക്കൾ, മറ്റ് ശുശ്രൂഷകന്മാർ, എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് ഈ യോഗ നടപടികൾക്ക് നിയന്ത്രണം നൽകുന്ന ഷാരോൺ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ചെയർമാൻ ബഹുമാനായ പാസ്റ്റർ സാംറ്റി മുഖത്തല ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. തുടർമാനമായി പല പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുവാൻ ഷാരോൺ റൈറ്റേഴ്സ് ഫോറം എനിക്ക് അവസരം നൽകി. വീണ്ടും അവസരങ്ങൾ നൽകുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇതൊന്ന് ഒഴിവാക്കി മറ്റൊരാളെ നിയോഗിക്കണം. ഈ പ്രബന്ധത്തിന് മുൻപ്, 2 പ്രബന്ധത്തിന് മുൻപ് എനിക്ക് അവസരം ലഭിച്ചപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഇനിയും എന്നെ നിയോഗിച്ചാൽ അത് മഹാപാപമാകും ഞാൻ ചെയ്താൽ. കാരണം മറ്റാർക്കെങ്കിലും അവസരം നൽകണമെന്ന് പറഞ്ഞെങ്കിലും എൻ്റെ സഹപ്രവർത്തകർ, ഷാരോൺ എക്സിക്യൂട്ടീവ് റൈറ്റേഴ്സ് ഫോറം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഒരുമിച്ച് എന്നെ നിർബന്ധിച്ച് ഈ ഉത്തരവാദിത്വം പിടിച്ചേൽപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഒരു വിശദീകരണം നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ദൈവദാസന്മാരെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഭയുടെ നേതൃത്വത്തെ ഓർത്തും കർത്താവിന് നന്ദി കരയറ്റുന്നു. ഷാരോൺ ബൈബിൾ കോളേജിൽ ദൈവവചന പഠനത്തിന് വേണ്ടി ഞാൻ ഈ കോമ്പൗണ്ടിൽ പ്രവേശിച്ചിട്ട് 25 വർഷം കഴിയുന്നു. ഷാരോൺ സഭയുമായുള്ള ബന്ധം 4 നൂറ്റാണ്ടെന്ന് മുമ്പ് കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അഭിമാനത്തോടു കൂടി പറയാൻ തോന്നുന്നു. അല്പം ജീവിതാനുഭവം എന്ന് പറയുന്നത് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നല്ലതാണെന്നും കൂടി കരുതുകയാണ്. എൻ്റെ മുമ്പിൽ ലഭിച്ചിരിക്കുന്ന പരിമിതമായ സമയം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വേഗത്തിൽ പോകുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയവുമായിട്ട് നിൽക്കുമ്പോൾ ഇതിനൊരിക്കലും ചെറുതായിട്ട് കാണരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സംസാരിക്കുന്ന വ്യക്തി ആരാണെങ്കിലും നമ്മുടെ സംസാരിക്കുന്ന വചന വെളിപ്പാടുകളുടെ പ്രസക്തിയാണ്, അതിൻ്റെ മൂല്യത്തിനാണ് നമ്മൾ വില കൽപ്പിക്കേണ്ടത്. കഴിഞ്ഞ ദിവസവും കേട്ട 1-2 കമൻറ്റ് വെച്ചിട്ട് ഞാൻ 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. വളരെ ആഴത്തിൽ പഠനം നടത്തിയാണ് ഞാൻ ഏത് വിഷയങ്ങളും അവതരിപ്പിക്കാറുള്ളത് എന്ന് വിനീതമായിട്ട് ഓർപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ട് ദൈവശാസ്ത്രത്തിൽ 5 മാസ്റ്റർ ബിരുദങ്ങൾ സമ്പാദിക്കുവാൻ ദൈവം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല. കഴിഞ്ഞ 25 വർഷങ്ങൾ കൊണ്ട് തുടർമാനമായ പഠനത്തിലൂടെ അത് നേടാൻ ദൈവം അവസരങ്ങൾ നൽകിയതാണ്. അതുപോലെ ഷാരോൺ സഭയുടെ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ 22 വർഷത്തോളം നിലകൊള്ളുവാൻ കർത്താവ് ഇത്രത്തോളം കൃപ ചെയ്തു. ഞാനിത് പറഞ്ഞത്, ഒരിക്കൽ ദാവീദിനോട് താന് ഇസ്രായേലിനെതിരായിട്ട് വെല്ലുവിളിച്ച ഗോലിയാത്തിനെ നേരിടാനായിട്ട് പോകുമ്പോൾ തൻ്റെ കയ്യിലുള്ള സഞ്ചിയെയും അല്ലെങ്കിൽ ആ കല്ലുകളെയും ഒക്കെ കണ്ടിട്ടായിരിക്കാം, ദയനീയത കണ്ടിട്ടായിരിക്കാം, ദാവീദിനെ ചോദ്യം ചെയ്യുമ്പോൾ
ദാവീദിന് പറയാനുണ്ടായിരുന്ന അനുഭവം ഒരിക്കലൊരു കരടിയും മറ്റൊരിക്കലൊരു സിംഹവും. അതിൻ്റെ നേരിട്ട ഒരനുഭവമാണ്. ചില സന്ദർഭങ്ങളിലെങ്കിലും പുതിയ നിയമത്തിലും പൗലോസ് അപ്പോസ്തലനും തൻ്റെ ശുശ്രൂഷ ചോദ്യം ചെയ്യപ്പെട്ട സമയത്ത് താനും വളരെ വ്യക്തമായിട്ടും പറഞ്ഞു. പക്ഷേ ദാവീദിൻ്റെ കാര്യത്തിലാണെങ്കിലും പൗലോസ് അപ്പോസ്തലൻ്റെ കാര്യത്തിലാണെങ്കിലും രണ്ടുപേരും കൃപയിൽ ശരണപ്പെട്ടുകൊണ്ടാണ് തങ്ങളുടെ അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തിയത്. അതുകൊണ്ട് ഇന്ന് പകലിൽ നിങ്ങളുടെ മുമ്പിൽ ഞാനും ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ പ്രസക്തി ഉൾക്കൊണ്ട് അതിനെ നിങ്ങൾ ഏറ്റെടുക്കണമേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എൻ്റെ പ്രഭാഷണത്തിന് ഞാൻ ആരംഭം കുറിക്കുകയാണ്. ഇരട്ട പ്രഭാഷണ ശൈലി എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഇത് പറഞ്ഞു വരുമ്പോൾ ഉള്ളിൽ അങ്കുരിക്കാവുന്ന ചോദ്യങ്ങളെ മുന്നമേ കണ്ടുകൊണ്ട് അതിനും കൂടി മറുപടി പറഞ്ഞുകൊണ്ട് പോകുന്നൊരു ശൈലിയാണ്. അവസാനം നമുക്ക് ചർച്ചയ്ക്ക് അവസരമുണ്ടാകും. ശേഷിക്കുന്ന ചോദ്യങ്ങൾ നമുക്കവിടെയും ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ജനറൽ കൺവെൻഷൻ ഞായറാഴ്ച ദിവസം ഏതാണ്ട് 7,000-8,000 പേരിലധികമെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊരു കാൽക്കുലേറ്റ് ചെയ്തു. ഒരു ദിവസം ഒരു 2,000 പേര് വെച്ചൊരു കണക്ക് കൂട്ടിയപ്പോൾ 7 ദിവസം ഒരു 14,000 പേര്. അവരുടെ ഒരു മാൻ പവർ മൂല്യം കണക്കിട്ടപ്പോൾ ഏതാണ്ട് ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയം മാത്രം കണക്കിട്ടപ്പോൾ തന്നെ ഒരു ദിവസം ഒരാൾക്ക് ഒരു 1,500 രൂപ മൂല്യം ഇട്ടാൽ, ചിലർക്കൊക്കെ ഒരു മണിക്കൂർ 10,000 ഒക്കെ കിട്ടുന്നവർ കാണുമായിരിക്കാം. ഒരു ദിവസത്തെ ചിലരുടെ മൂല്യം 1,00,000-ഉം 10,00,000-ഉം ഒക്കെ ആയിരിക്കാം. പല വ്യത്യാസങ്ങളുണ്ടല്ലോ. എങ്കിലും ഒരു ദിവസത്തെ മൂല്യം 1,500 എന്ന് കണക്കിട്ടാൽ 7 ദിവസം നമ്മൾ ഇവിടെ ചിലവഴിക്കുന്നതിന് ഏതാണ്ട് 2,10,00,000 രൂപ മിനിമമാണ്. ഏറ്റവും ചെറിയ 1,500 വെച്ചിട്ടാലാണ്. നമ്മൾ പിന്നെ ഇതിനു വേണ്ടി ചിലവഴിക്കുന്ന പെട്രോളും മറ്റ് സാമ്പത്തിക കാര്യങ്ങളും മറ്റ് സമയങ്ങളും ഇതിനുവേണ്ടി ഒരുങ്ങിയ സമയം എല്ലാം കൂടി കണക്കിലെടുത്താൽ ഏറ്റവും കുറഞ്ഞ 50 കോടി രൂപയുടെ മൂല്യമുണ്ട്, മാൻ പവർ മൂല്യമുണ്ട് നമ്മുടെ 7 ദിവസത്തെ കൺവെൻഷന്. ഇത് കഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ആ മാൻ പവർ മൂല്യം അനുസരിച്ച് നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്ത ഇത്രയും വലിയ തുകയ്ക്കനുസരിച്ച് എനിക്ക് എന്ത് കിട്ടി, ഞാൻ എന്ത് നേടി, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത 1 വർഷത്തേക്കുള്ള ഊർജം സംഭരിച്ചിട്ടാണോ ഞാൻ പോകുന്നത്? ഇവിടെ കേൾക്കുന്ന പ്രഭാഷണങ്ങളും ഇവിടെ നാം ചിലവഴിക്കുന്ന സമയങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും പാട്ടും നമ്മുടെ എല്ലാവിധമായ ആത്മീക പ്രവർത്തനങ്ങളും ഈ ഒരാഴ്ചത്തെ പ്രവർത്തനങ്ങൾക്ക് 50 കോടി രൂപയിലധികം മൂല്യമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവോടുകൂടെ നമുക്ക് ഈ പ്രഭാഷണത്തിലേക്കൊന്ന് പ്രവേശിക്കാം. വളരെ വേഗത്തിൽ സമയത്തിൻ്റെ പരിമിതി ഉൾക്കൊണ്ട് തന്നെ ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഭൗമിക കഷ്ടതയും സ്വർഗീയ മഹത്വവും, സമകാലിക വെല്ലുവിളികളോടുള്ള ദൈവശാസ്ത്ര വിശകലനം, earthly suffering and heavenly glory, a theological analysis in response to contemporary challenges. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രികളിലും പകലുകളിലുമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഷ്ടതയെപ്പറ്റിയും വരാനിരിക്കുന്ന തേജസ്സിനെ പറ്റിയുമാണ്. അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളും സന്ദേശങ്ങളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് പകലിലും കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ഒരു പ്രബന്ധ അവതരണം, ഒരു വായന എന്നതിലുപരി ഒരു പ്രഭാഷണ ശൈലിയിൽ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് കഷ്ടത? പൊതുവായി കഷ്ടതയെ നിർവചിച്ചാൽ ശാരീരികവും മാനസികവും ബൗദ്ധികവും വൈകാരികവും സാൻമാർഗികവും ആത്മീകവുമായി ഞാനും നിങ്ങളും അല്ലെങ്കിൽ സകല മനുഷ്യരും അനുഭവിക്കുന്ന എല്ലാവിധമായ പ്രതിസന്ധിയും വേദനയും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടും അസമാധാനവും എല്ലാം കഷ്ടതയുടെ പരിധിയിൽപ്പെടുന്നതാണ്. ശാരീരികവും മാനസികവും വൈകാരികവും ബൗദ്ധികവും സാൻമാർഗികവും ആത്മീകവുമായ എല്ലാ തലങ്ങളിലും അനുഭവിക്കുന്ന എല്ലാവിധ പ്രതിസന്ധികളും കഷ്ടതയുടെ പരിധിയിൽ പെടുന്നതാണ്. എങ്കിൽ ക്രിസ്തീയ വീക്ഷണത്തിൽ കഷ്ടത എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം അനുവദിക്കുന്ന അനുഭവമാണ് ക്രിസ്തീയ വീക്ഷണത്തിൽ കഷ്ടത എന്ന് പറഞ്ഞാൽ. ക്രിസ്തീയ വീക്ഷണത്തിൽ ക്രിസ്തീയമായ നിലയിൽ ഞാൻ നിങ്ങളും ദൈവഹിതപ്രകാരം അനുഭവിക്കുന്ന കഷ്ടത ദൈവം അനുവദിക്കുന്നതാണ് എന്നർത്ഥം. അതിലൂടെ ദൈവം എന്താ ചെയ്യുന്നത്? ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് നമ്മെ അനുരൂപപ്പെടുത്തുകയാണ്, നമ്മെ വിശുദ്ധിയിൽ വളർത്തിയെടുക്കുകയാണ്,
നിത്യമഹത്വത്തിനായി നമ്മെ തേജസ്സിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ ക്രിസ്തീയമായി നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെയും ലോകപ്രകാരമുള്ള കഷ്ടപ്പാടിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ദൈവസഭയ്ക്ക് സാധിക്കണം. ഈ കഷ്ടതയിൽ നിന്ന് തേജസ്സിലേക്ക് പോകാൻ വേണ്ടിയാണ് ദൈവവചന പ്രകാരമുള്ള കഷ്ടതയിലൂടെ നാം കടന്നു പോകേണ്ടി വരുന്നത്. തേജസ് പ്രാപിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തേജസ് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ഒന്നാമത്തെ ആദം നഷ്ടപ്പെടുത്തിയ, പാപം മൂലം തകർത്ത് കളഞ്ഞ തേജസ്സിനെ എന്തു വില കൊടുത്തും തിരിച്ചു പിടിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ തേജസ്സിനെ തിരിച്ചു പിടിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഭൂമിയിൽ ദൈവസഭയ്ക്ക് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ ആ പ്രോസസ്സിലൂടെയാണ് സഭ കടന്നു പോകുന്നത്. എന്തിനാണ് തേജസ്? തേജസ് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ആദമിനും ഹവ്വയ്ക്കും ദൈവത്തോടൊപ്പം അക്ഷരാർത്ഥത്തിൽ നടക്കാൻ അവർക്ക് അവസരം ഒരുങ്ങിയത് അവരിൽ വ്യാപരിച്ച ദൈവിക തേജസ്സായിരുന്നു. പാപം മൂലം അവർ നഷ്ടപ്പെടുത്തിയത് ആ തേജസ്സാണ്. തേജസ് നഷ്ടപ്പെട്ടപ്പോൾ മനുഷ്യന് ദൈവവുമായുള്ള അക്ഷരികമായ ബന്ധം എന്നേക്കുമായി തകർന്നു. ആ തകർക്കപ്പെട്ട ദൈവബന്ധം തിരിച്ചു പിടിക്കുക എന്നത് തേജസ്സിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. തേജസ് തിരികെ കിട്ടിയാൽ മാത്രമേ ഏതൊരു നഷ്ടപ്പെട്ടു പോയ ആ ദൈവ മനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയുള്ളൂ. ആ ബന്ധത്തിലേക്ക് തിരികെ വരാനാണ് നമ്മളെ തേജസ്സിലേക്ക് ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ തേജസ് കൂടാതെ ദൈവം മനുഷ്യനോടൊപ്പം ഏദനിൽ ആയിരുന്ന അവസ്ഥയിലേക്ക് തിരികെ പ്രവേശിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവഭക്തന്മാർ എന്തു വില കൊടുത്തും ആ തേജസ്സിലേക്ക് തിരികെ കയറാനായിട്ട് വെമ്പൽ കൊള്ളുകയാണ്. അതിനുവേണ്ടി അവൻ എടുക്കുന്ന ചലഞ്ച് എന്ന് പറയുന്നത് മരിച്ചാലും സാരമില്ല എന്നുള്ളതാണ്. മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ക്രിസ്തു ഭക്തൻ ആ തേജസ്സിനെ തിരികെ പിടിക്കാൻ അവൻ വെമ്പൽ കൊള്ളുകയാണ്. അവിടെ മരണം പോലും അപ്രസക്തമാകുകയാണ്. ഈ ഭൂമിയിൽ ഒരു ക്രിസ്തു ഭക്തൻ അനുഭവിക്കുന്ന സകലവിധ പ്രശ്നങ്ങളും ഒന്നുമല്ലാതാകുകയാണ്. താൻ തിരിച്ചു പിടിക്കാൻ പോകുന്ന തേജസ്സിനെ ഓർക്കുമ്പോൾ മരണം പോലും അവന്റെ മുൻപിൽ ഒന്നുമില്ല. ഒരു ക്രിസ്തുഭക്തൻ മരണത്തിന്റെ മുൻപിൽ നിന്ന് വിറയ്ക്കുകയല്ല, മരണം ക്രിസ്തുഭക്തന്റെ മുന്നിൽ നിന്ന് വിറയ്ക്കുകയാണ്. മരണം പോലും വിറയ്ക്കുന്ന വിധം ക്രിസ്തുഭക്തൻ മരണത്തെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് തേജസ്സിലേക്ക് തിരികെ കയറാൻ ആഗ്രഹിക്കുന്നത്. വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ കഷ്ടതകളിലൂടെ മനുഷ്യൻ ക്രിസ്തുഭക്തൻ കടന്നു പോകേണ്ടതുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയിൽ വന്ന ഒരു കഥയാണ്. വെള്ളി ശുദ്ധീകരിക്കുന്ന വ്യക്തിയുടെ അടുക്കൽ ഒരു മനുഷ്യൻ ചെന്നിരുന്ന് ആ കാഴ്ച കാണുകയാണ്. അദ്ദേഹം നോക്കിയപ്പോൾ ഇതിങ്ങനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, അത് അവസാനിക്കുന്നില്ല, നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, എപ്പോഴാ നിങ്ങൾ ഇത് അവസാനിപ്പിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഞാൻ ഇതിനെ തീയിൽ ഊതിക്കാച്ചുന്നത്. എൻ്റെ മുഖം ഇതിൽ തെളിഞ്ഞ് കാണുന്നത് വരെ ഇത് ചൂട് പിടിപ്പിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ എൻ്റെ മുഖം അതിൽ പ്രതിഫലിക്കുന്നത്, ആ സമയത്ത് ആ തീയുടെ ചൂട് കുറയ്ക്കും, അതിനെ പുറത്തെടുക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ പൊന്നിൻ്റെ കഥയും മനസ്സിലാക്കുന്നത്. പൊന്നുപോലെ പുറത്തെടുക്കുക, തനി തങ്കം പോലെ പുറത്തെടുക്കുക, ഊതിക്കായ്ച്ച് പുറത്ത് കൊണ്ടുവരുന്ന ഒരവസ്ഥയാണ് കഷ്ടതയിലൂടെ ദൈവം തൻ്റെ ഭക്തന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്ന അനുഭവത്തെ പറ്റി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ ഭക്തന്മാർ കഷ്ടതകളിലൂടെ പെർഫെക്ഷനിലേക്ക് നടന്നു കയറുകയാണ്. ക്രിസ്തു കഷ്ടങ്ങളിലൂടെ അവൻ പൂർണ്ണനായി തീർന്നു. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ യേശു ക്രിസ്തു he learned obedience എന്നാണ്, അവൻ അനുസരണം പഠിച്ചു എന്നാണ്. ദൈവമായിരുന്നവൻ ഒരു മനുഷ്യനെ പോലെ മനുഷ്യനായി തന്നെ ഈ ലോകത്തിൽ ജീവിച്ച് മനുഷ്യൻ അനുഭവിക്കുന്ന സകല കഷ്ടതകളുടെയും പാരമ്യതയിലേക്ക് കയറി കഷ്ടതയുടെ പൂർണ്ണതയിൽ അവൻ എത്തി. അവൻ തേജസ്സിലേക്ക് എടുക്കപ്പെട്ടതുപോലെ പഴയ നിയമത്തിൽ ഭക്തന്മാർക്കുണ്ടായിരുന്ന കഷ്ടതയെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളെയെല്ലാം മാറ്റി എഴുതിക്കൊണ്ട് ക്രിസ്തു ഒരു കൃത്യമായ മാതൃക തൻ്റെ ഭക്തന്മാർക്ക് മുൻപിൽ വെച്ചു തന്നെ അനുധാവനം ചെയ്യാൻ.
പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവും നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു, അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ നല്ല മാതൃക വെച്ചേച്ചു പോയി. He made an exemplary life before us to follow his footsteps. അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ. അപ്പോൾ കഷ്ടത ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയാണ്. അല്പം മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ പഴയ നിയമ ഭക്തന്മാർക്ക് കഷ്ടതയെപ്പറ്റുന്ന ധാരണയെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. എന്തുകൊണ്ട് കഷ്ടം സഹിക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നമുക്ക് വില കൽപ്പിക്കാൻ പറ്റാത്ത, നമുക്ക് മൂല്യം കണക്കിടാൻ പറ്റാത്ത, ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയ, തകർത്ത് കളഞ്ഞ ആ തേജസ്സിനെ തിരികെ പിടിക്കാൻ ഈ ഭൂമിയിലെ സാധാരണ കഷ്ടമല്ല, ഈ ഭൂമിയിൽ മരണം പോലും നിസാരമായി കാണുന്ന ഭക്തൻ. തേജസ്സിന്റെ വലിപ്പം അത്രമേൽ മഹത്വകരമാണ്. മഹത്വത്തിലേക്കുള്ള ആ പ്രവേശനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ കൊടുക്കുന്ന വില, അത് മരണമാണെങ്കിൽ പോലും അത് തേജസ്സിന്റെ മുൻപിൽ ഒന്നുമല്ലെന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഒരു പുതിയ നിയമ ഭക്തൻ കടന്നു വരുന്നത്. ചിത്രശലഭം മനോഹരമായി പറക്കും മുൻപ് അതിനൊരു പുഴുവായി തുടരേണ്ട ഒരു കാലമുണ്ട്. നമ്മളെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും, പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിൽ ഇറങ്ങി, ഇരുളും വെട്ടവും അറിയാതെങ്ങനെ ഇരുന്ന് നാളുകൾ നീക്കി. ഒരു നാൾ സൂര്യൻ ഉദിച്ചുണർന്നപ്പോൾ വിടരും ചിറകുകൾ വീശി ഉയർന്ന് പറന്നു തുടിക്കും, അല്ലെ? അങ്ങനെ അങ്ങ് പോവുകയാണ്. ചിത്രശലഭം ഒരു മനോഹരമായ ഒരു ജീവിയായി പുറത്തു വരുന്നത് നമ്മുടെ കണ്ണുകൾക്ക് നയന മനോഹരമായ നിലയിൽ അത് പുറത്തു വരുന്നത് പുഴുവായി തുടരുന്ന കൂട്ടിലടച്ച ചില ദിവസങ്ങളുടെ പ്രതിസന്ധികളിലൂടെയാണ്. ഏതോ ഒരു മനുഷ്യൻ ഒരിക്കൽ അത് കൂട്ടിൽ നിന്ന് പുറത്തു വരാനായിട്ട് വെമ്പൽ കൊള്ളുന്നത് കണ്ടപ്പോ ആ കൂടൊന്ന് പൊളിച്ചു കൊടുത്ത് സഹായിക്കാൻ ഒന്ന് വിചാരിച്ചു. അദ്ദേഹം അത് പൊളിച്ചു കൊടുത്തു. അതോടുകൂടി ആ ചിത്രശലഭത്തിന്റെ ആയുസ് അവിടം കൊണ്ട് തീർന്നു. അപ്പോ കഷ്ടത ദൈവം അനുവദിക്കുന്നത് അതിന്റെ പെർഫെക്ഷനിൽ സ്വയമേവ എത്തുമ്പോഴാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ മനോഹരമായ തേജസ്സിലേക്ക് പറന്നുയരാനായിട്ട് സാധിക്കത്തുള്ളൂ. ചിലപ്പോൾ കഷ്ടതയിൽ സഹായിക്കാൻ ആരും കാണത്തില്ല. കുടിയുടെ താഴ്ചയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിപ്പോയെന്ന് വരാം. എന്നെ സഹായിക്കാൻ, എന്നെ ഒന്ന് കൈപിടിക്കാൻ, എന്നെ ഒന്ന് തലോടാൻ, എനിക്കൊരു ആശ്വാസവാക്ക് പറയാൻ ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ചിത്രശലഭത്തെ ഓർക്കണം. ഒരു പുഴുവായി തുടരുന്ന കാലത്ത് അതിനൊന്ന് പുറത്തു വരാൻ വേണ്ടി വെമ്പൽ കൊള്ളുമ്പോ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും തീരുമാനിച്ചാൽ പോലും അതിന്റെ ജീവിതം അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ദൈവം കഷ്ടത അനുവദിക്കുന്നത് അതിന്റെ പെർഫെക്ഷനിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചിട്ട് മനോഹരമായി തേജസ്സിലേക്ക് ചിത്രശലഭത്തെ പോലെ പറന്നുയരാൻ, നിത്യതയിലേക്ക് പറന്നുയരാൻ വേണ്ടിയുള്ള പരിശീലന കളരിയാണ് ഈ ലോകത്തിന്റെ കഷ്ടത. ഈ കഷ്ടത എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ മർമ്മം വളരെ വലുതാണ്. സമയപരിധിക്കുള്ളിൽ എനിക്ക് എത്രത്തോളം പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയുമെന്ന് അറിയില്ല. എങ്കിലും ഞാൻ മുമ്പോട്ട് പോകട്ടെ. സൃഷ്ടിയിൽ തകർന്നുപോയ മനുഷ്യനെ വീണ്ടെടുപ്പിലൂടെ തിരിച്ചു പിടിക്കുന്ന അത്ഭുത സംഭവമാണ് കഷ്ടങ്ങളിലൂടെ പണിതെടുക്കുന്ന മനുഷ്യന്റെ രക്ഷാപ്രവൃത്തി എന്ന് പറയുന്നത്. സൃഷ്ടിയിൽ തകർന്നുപോയ മനുഷ്യൻ, ഒരു കുശവൻ തൻ്റെ കയ്യിൽ മനോഹരമായൊരു പാത്രം ഉണ്ടാക്കിയെടുത്തു. ആ പാത്രം താൻ അടുപ്പിൽ വെച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. മനോഹരമായി താൻ ഉണ്ടാക്കിയെടുത്ത ആ പാത്രം പാചകത്തിന് കൊള്ളാകുന്ന നിലയിൽ താൻ അതിനെ അടുപ്പിൽ വെച്ച് പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഉദ്ദേശ നിവൃത്തീകരണത്തിന് മുൻപ് തന്നെ അത് ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉടഞ്ഞ് തകർന്നുപോയി. അങ്ങനെ തകർന്നുപോയ ആ മൺകലത്തെ തിരിച്ച് അതേ രൂപത്തിൽ അതിനെ ആക്കിയെടുക്കാൻ സാധ്യമല്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു റെഡീം മാൻ. അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്ന 49-ാം സങ്കീർത്തനം. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ അവന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ഒരു മനുഷ്യനും സാധ്യമല്ല. അത് ഒരു നാളും സാധ്യമല്ല. അതിന്റെ വിലയേറിയത് അത് ഒരിക്കലും സാധ്യമല്ലെന്ന് പറഞ്ഞിടത്താണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവേറിയതുമായ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാക്കളെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അസാധ്യമെന്ന് പറഞ്ഞ വീണ്ടെടുപ്പ് ക്രിസ്തു തന്റെ രക്തം കൊണ്ട് സാധിപ്പിച്ചു. അപ്പൊ ഈ വീണ്ടെടുപ്പും സൃഷ്ടിയും ദൈവം സൃഷ്ടി ചെയ്തത്
ആസ്വദിച്ചാണ് തന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തിനൊത്തവണ്ണം ആസ്വദിച്ചുകൊണ്ട് നടത്തിയ സൃഷ്ടി കയ്യിൽ വെച്ച് തകർന്ന് തരിപ്പണമായി പോയി. പക്ഷെ അതിനെ അങ്ങനെ തന്നെ ഉപേക്ഷിച്ച് മറ്റൊന്നിനെ സൃഷ്ടിക്കാൻ സ്നേഹവാനായ ദൈവത്തിന് കഴിയുമായിരുന്നില്ല. അതിനെ അതിൽ നിന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിച്ച ദൈവം, വീണ്ടെടുക്കാൻ ആഗ്രഹിച്ച ദൈവം, അതിനുവേണ്ടി എന്തു വിലയും കൊടുക്കാൻ തയ്യാറായ ദൈവം, ആ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പുത്രന്റെ മരണം അനിവാര്യമായിരുന്നു ഈ നഷ്ടപ്പെട്ടു പോയ സൃഷ്ടിയെ തിരിച്ചു പിടിക്കാൻ. സൃഷ്ടി നടന്നത് ആസ്വാദ്യകരമായിട്ടാണെങ്കിൽ വീണ്ടെടുപ്പ് നടന്നത് ആസ്വാദ്യകരമായിട്ടല്ല. അതിന് ക്രിസ്തുവിന്റെ മരണം അനിവാര്യമായിരുന്നു. ക്രിസ്തുവിന്റെ കഷ്ടത അതിന് അനിവാര്യമായിരുന്നു. ക്രിസ്തു കഷ്ടതയിൽ തികഞ്ഞവനായി തീരണമായിരുന്നു തകർന്നുപോയ മനുഷ്യനെ വീണ്ടെടുപ്പിലൂടെ തിരിച്ചു പിടിക്കാൻ. അപ്പോൾ വീണ്ടെടുപ്പിലേക്ക് വേണ്ടി മനുഷ്യനെ ദൈവം തയ്യാറാക്കുന്ന ദൈവ പദ്ധതിയുടെ ഭാഗമാണ് കഷ്ടത. ഇന്ന് ഈ സന്ദേശം കഴിയുമ്പോൾ കഷ്ടതയിൽ ഞാൻ നിങ്ങളും അഭിമാനിക്കും. ഇന്ന് ഈ പ്രഭാഷണം ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മളൊരു പ്രയാസത്തിന് വേണ്ടി കൊതിക്കും. ഇന്ന് ഈ ചർച്ച ഇവിടെ സമാപിക്കുമ്പോൾ നമ്മൾ അവഗണിക്കപ്പെട്ടതിനെ ഓർത്ത് സന്തോഷിക്കും. ഇന്നിവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് ലഭിച്ച എല്ലാവിധമായ പരാധീനതകളെ ഓർത്തും ഞാൻ നിങ്ങളും അഭിമാനിക്കും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, I boast on my suffering. ഞാൻ എൻ്റെ കഷ്ടതകളിൽ പ്രശംസിക്കുന്നു. ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ എൻ്റെ ബലത്തിലല്ല, എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. I boast on my weakness, not on പവർ. ശക്തിയിലല്ല, ബലഹീനതയിൽ അഭിമാനിച്ച ഭക്തൻ. എന്തുകൊണ്ടാ? കഷ്ടത, ബലഹീനത, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വേദനകൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം ക്രിസ്തു നിമിത്തം ഞാൻ നിങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോൾ അതിന് അഭിമാനം കൊള്ളാൻ സാധിക്കുന്നത് എങ്ങനെയാ? മൂല്യം കൊണ്ട് കണക്കിടാൻ പറ്റാത്ത, വില നിർണയിക്കാൻ പറ്റാത്ത തേജസ്സിലേക്ക് തിരിച്ചു പോകാനുള്ള ആ വ്യഗ്രതയിൽ ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. ഞൊടിനേരത്തേക്കുള്ള കഷ്ടത അത്യന്തം അനവധിയായ നിത്യ തേജസ്സിന്റെ നിത്യ ഘനം ലഭിക്കുമെന്നുള്ള പ്രത്യാശയിൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. ലോകത്തിലെ കഷ്ടവും ഭൗമിക കഷ്ടവും സ്വർഗീയ മഹത്വവും, earthly suffering and the heavenly glory. എന്താ വ്യത്യാസം? സ്വർഗം ഭൂമിയേക്കാൾ വലുതാണ്. താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധം വലുതാ. നിത്യതയെ നമ്മുടെ ഭൂമിയുമായി കമ്പയർ ചെയ്താൽ, ഭൂമിയുമായിട്ട് കമ്പയർ ചെയ്യേണ്ട, നമ്മുടെ ജീവിതവുമായി കമ്പയർ ചെയ്യാം. 100 വയസ്സ് പരമാവധി പോയാൽ അതിൽ കൂടുതൽ പോകാമായിരിക്കും. നമ്മുടെ 100 വയസ്സും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ തേജസ്സും നിത്യമഹത്വവും താരതമ്യം ചെയ്യുമ്പോൾ അപ്പോസ്തലൻ അന്നത്തെ അറിവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞൊടി നേരത്തേക്കുള്ള കഷ്ടത. നിത്യതയെ നമ്മുടെ ലോകവുമായി കമ്പയർ ചെയ്താൽ, താരതമ്യം ചെയ്താൽ ഞൊടി എന്ന് പോലും പറയാൻ പറ്റത്തില്ല. അതിനേക്കാളും ചെറുതാ. നിർവചിക്കാൻ പോലും പറ്റാത്ത വിധം, ഒരു പേനയുടെ അഗ്രം കൊണ്ടുപോലും സൂചിപ്പിക്കാൻ പറ്റാത്ത വിധം അത്രമേൽ ചെറുതാ ഈ ഭൗമിക ജീവിതം. അതുകൊണ്ട് ഭൗമിക കഷ്ടപ്പാടുകളെ നോക്കി പുതിയ നിയമ ഭക്തൻ പറഞ്ഞു, സ്വർഗീയ മഹത്വത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഭൂമിയിലെ കഷ്ടം ഒന്നുമല്ല, മരണം പോലും ഒന്നുമല്ല. അപ്പോ ഈ വീണ്ടെടുപ്പ് നടക്കാൻ, തകർന്നുപോയ മനുഷ്യനെ തിരിച്ചു പിടിക്കാൻ, വീണ്ടെടുപ്പിലേക്ക് കൊണ്ടുവരാൻ ദൈവം നടത്തിയ പദ്ധതിയാണ്, രക്ഷാ പദ്ധതിയുടെ പ്രോസസ്സാണ് നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്നീ 3 തലങ്ങൾ. മനുഷ്യൻ പാപിയാണ്. പാപി എന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പാപിയായ മനുഷ്യന് പരിപാവനനായ ദൈവത്തെ, പരിശുദ്ധനായ ദൈവത്തെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. പഴയ നിയമത്തിലെ ഭക്തന്മാർ ദൈവത്തെ സമീപിക്കാൻ ശ്രമിച്ചു. ഈ വെളിപ്പാട് അവർക്കില്ലായിരുന്നു. പാപി പരിശുദ്ധനിൽ നിന്ന് അകന്നു നിൽക്കണം. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, പർവ്വതത്തിന്റെ അടുത്ത് വരരുത്, വരുന്നവനെ കത്തിച്ചു കളയും. സീനായി പർവ്വതത്തിന്റെ അടുക്കൽ, ഹോരേബ് പർവ്വതത്തിന്റെ അടുക്കൽ തൊട്ട് പോകരുത്, അടുത്തു വന്നാൽ നിന്നെ കത്തിച്ചു കളയും. അത് മനുഷ്യൻ പാപമാണ്. മനുഷ്യനെ ആ പർവ്വതത്തിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവാലയത്തിൽ നിന്ന് അകറ്റി നിർത്തിയത്,
പഴയ നിയമ ഭക്തൻ പറഞ്ഞു, ദൈവത്തെ കണ്ടാൽ ഞങ്ങൾ ജീവനോട് ഇരിക്കുകയില്ല. അവൻ ഭയപ്പെട്ടു. അവൻ മരണഭയം പഴയ നിയമ ഭക്തനിലുണ്ടായി. കാരണം പാപിക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ എങ്ങനെ അവൻ തേജസ്സിലേക്ക് പോകും? അവനെ തേജസ്സിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവന്റെ പാപി എന്ന ലേബൽ മാറ്റണം. പാപി എന്ന ലേബൽ മാറണം. അതിനെന്ത് ചെയ്യണം? പ്രവൃത്തി കൊണ്ട് പറ്റത്തില്ല. പരീശൻ തന്റെ ആയുസ് കൊണ്ട് ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്തു. ഒരു വർഷം 100-ലധികം ഉപവാസങ്ങൾ നടത്തി പരീശൻ. എന്തിനാണ്? നീതിമാനെന്ന പദവി ലഭിക്കാൻ അല്ലെങ്കിൽ നിലനിർത്താൻ. പക്ഷേ ചുങ്കക്കാരനുമായുള്ള പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നു, ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടു, പരീശൻ കബളിപ്പിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ഒരു ദിവസം വർഷത്തിൽ ഉപവസിക്കാനാണ് കർത്താവ് കർശനമായി പറഞ്ഞത്. പക്ഷേ ഒരു ദിവസം ഉപവസിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ 100 ദിവസം ഉപവസിച്ചിട്ട് അവൻ ദൈവത്തോട് പറഞ്ഞു, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ. ആഴ്ചയിൽ 2 വട്ടമാ, വർഷത്തിൽ 100-ലധികം ദിവസങ്ങൾ ഞാൻ ഉപവസിക്കുന്നു. പക്ഷെ നീതീകരിക്കപ്പെട്ടവൻ ചുങ്കക്കാരനാ. ഈ പരീശൻ കബളിപ്പിക്കപ്പെട്ടവനായി പോയി. എന്താ കർത്താവ് പഠിപ്പിച്ചത്? ഈ ഭൂമിയിൽ ദൈവത്തിനു വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും, എത്ര വലിയ നന്മ ചെയ്തു എന്ന് അവകാശപ്പെട്ടാലും, പാപിയായിരിക്കുന്നിടത്തോളം കാലം, പാപി എന്ന ലേബൽ മാറാത്തിടത്തോളം കാലം നീതീകരണം ലഭ്യമല്ല. ദൈവത്തിന്റെ കരുണയില, ദൈവത്തിന്റെ കൃപയില, ദൈവത്തിലുള്ള ആശ്രയ ബോധത്തില നീതീകരണം പ്രാപിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ നമ്മൾ വിശ്വാസം എന്ന പദത്തെ 100 തവണ കാണുന്നത്. ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് പറയുമ്പോഴും വിശ്വാസം കൂടാതെയുള്ള ഒരു പരാമർശവും നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ പറ്റത്തില്ല. കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന, നമുക്ക് നീതീകരണം പ്രാപിക്കാൻ കഴിയുന്ന, പാപി എന്ന ലേബൽ മാറ്റാൻ സാധിക്കുന്ന ഒരേ ഒരു ഘടകം അത് ഭക്തന്റെ വിശ്വാസമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന ഏക മാർഗം വിശ്വാസമാണ്. അതുകൊണ്ടാണ് പെന്തക്കോസ്തുകാര് മറ്റുള്ളവരെ കാണുമ്പോൾ ചോദിക്കുന്നത്, വിശ്വാസത്തിലാണോ? വിശ്വാസത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തെ ചലഞ്ച് ചെയ്യുന്ന വിശ്വാസം, പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തെ വെല്ലുവിളിക്കുന്ന വിശ്വാസം. അപ്പോ ഈ വിശ്വാസം കൊണ്ടാണ് ഭക്തൻ രക്ഷയുടെ 1ാമത്തെ പടിയിലേക്ക് കയറുന്നത്. ദൈവത്തിലുള്ള ആശ്രയബോധം, ദൈവത്തിലുള്ള സമ്പൂർണമായ വിശ്വാസം. മറ്റൊന്നും ദൈവത്തിന് പ്രതിഫലമായി നൽകാൻ പറ്റത്തില്ല. ദൈവത്തോടുള്ള 100% ഉറപ്പ്, ദൈവം വാഗ്ദത്തം ചെയ്ത നന്മയോടുള്ള 100% ഉറപ്പും കൊണ്ട് ദൈവത്തിന് കൈകൊടുക്കുന്ന വിശ്വാസത്തോടെയുള്ള പ്രതികരണത്തിലൂടെ മനുഷ്യനെ ദൈവം നീതിമാനെന്ന പദവി നൽകി അലങ്കരിക്കുകയാണ്. രക്ഷയുടെ 1ാമത്തെ തലം ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. നമ്മളത് ഒരുപാട് കേട്ടിട്ടുണ്ട്. റോമൻ കോടതിയിൽ കുറ്റക്കാരനായ വ്യക്തിയെ, കുറ്റാരോപിതനായ വ്യക്തിയെ പ്രതിക്കൂട്ടിൽ നിർത്തി വിസ്തരിച്ചു കഴിഞ്ഞ് അവന്റെ കുറ്റം പുറത്ത്, അല്ലെങ്കിൽ അവന് കുറ്റമില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ജഡ്ജ് പറയുന്നൊരു പ്രസ്താവനയാണ്, യു ആർ ജസ്റ്റിഫൈഡ്. നിന്നെ ഇനി ആർക്കും കുറ്റം വിധിക്കാൻ കഴിയില്ല, നീ കുറ്റവിമുക്തനാണ്. അങ്ങനെ പാപത്തിൽ തുടർന്നിരുന്ന, പാപി എന്ന ലേബലിൽ തുടർന്നിരുന്ന മനുഷ്യനെ വിശ്വാസത്താൽ ദൈവത്തിന്റെ കൃപയാൽ നീതീകരണം എന്ന രക്ഷയുടെ 1ാമത്തെ തലത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഇനി ഭക്തന്റെ പേര് നീതിമാൻ എന്നാണ്, വിശുദ്ധൻ എന്നാണ്. 2ാമത്തെ ഘട്ടം സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണ കാലഘട്ടമാണ്. 1ാമത്തേത് പ്രഖ്യാപനം കൊണ്ട് ലഭിച്ച പദവിയാണെങ്കിൽ 2ാമത്തേത് പ്രവൃത്തി കൊണ്ട് തെളിയിക്കേണ്ട പദവിയാണ്. യു ആർ സാങ്ക്ടിഫൈഡ്. നീ വിശുദ്ധീകരിക്കപ്പെട്ടവനാ, നീ വിശുദ്ധനാ എന്ന് പറയണമെങ്കിൽ വിശ്വാസം കൊണ്ട് നീതിമാൻ എന്ന പദവിയിലെത്തിയ വ്യക്തി പ്രവൃത്തികൾ കൊണ്ട് വിശുദ്ധൻ എന്ന് തെളിയിക്കണം. വിശുദ്ധം എന്ന വാക്കിന്റെ അർത്ഥം ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതെന്നാണ്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതെന്നാണ്. വേർതിരിക്കപ്പെട്ടവരായി ജീവിക്കാൻ കഴിയുന്ന 2ാമത്തെ തലം വിശ്വാസ പ്രഖ്യാപനം കൊണ്ട് നേടിയ നീതീകരണവും ആ പ്രഖ്യാപനത്തിന്റെ പരിണിതഫലമായി ലോകത്തിൽ ജീവിച്ച് കാണിക്കുന്നതും കൂടി ചേർത്ത് വിശ്വാസം പ്ലസ് പ്രവൃത്തി, ജസ്റ്റിഫിക്കേഷൻ പ്ലസ് സാങ്ക്ടിഫിക്കേഷൻ ഈക്വൽ ടു ഗ്ലോറിഫിക്കേഷൻ. നീതീകരണം പ്രാപിച്ച ഭക്തൻ വിശുദ്ധീകരണ ജീവിതത്തിലൂടെ തേജസ്കരണം എന്ന പടിയിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. ഈ തേജസ്കരണത്തിലേക്ക് കടക്കാനുള്ള ഒരു ലോകത്തിലെ പ്രോസസ്സാണ് കഷ്ടത. പഴയ നിയമത്തിൽ ഇതിനെ മരുഭൂമി എന്ന് പറയാം. മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്കുള്ള ആ യാത്ര, ആ
മരുഭൂമിയിലെ യാത്രയോട് നമുക്ക് ഈ ലോക ജീവിതത്തെ ഉപമിക്കാം. മിസ്രൈമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു, കനാൻ നാട്ടിലെത്തിയില്ല. ഇറങ്ങി പുറപ്പെട്ടു, കനാൻ നാട്ടിലെത്തിയില്ല. പുറപ്പാട് സംഭവിച്ചു, ആ ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല. ഇന്ന് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്, നമ്മൾ നീതിമാൻ എന്ന പേര് ലഭിച്ചു, വിശുദ്ധൻ എന്ന പേര് ലഭിച്ചു. ലക്ഷ്യം സ്വർഗമാണ്, ലക്ഷ്യം തേജസ്സാണ്, ലക്ഷ്യം മഹത്വമാണ്. അവിടെ എത്തിയില്ല, പക്ഷേ നീതിമാൻ എന്ന പദവി ലഭിച്ചു. നീതിമാൻ എന്ന പദവിക്കും തേജസ്കരണം എന്ന പദവിക്കും ഇടയ്ക്കുള്ള ദൂരമാണ് വിശുദ്ധീകരണം. ആ ജീവിതമാണ് നമ്മൾ ഇപ്പോൾ ഈ ഭൂമിയിൽ നയിക്കുന്നത്. ഫൈനൽ സ്റ്റേജായ തേജസ്കരണം എന്ന പെർഫെക്ഷനിലേക്ക് കയറി ചെല്ലാൻ ഈ രണ്ടാം ഘട്ടത്തെ എന്ത് വില കൊടുത്തും ഞാൻ അഭിമുഖീകരിക്കും. ഈ രണ്ടാം ഘട്ടത്തെ, ഈ വിശുദ്ധീകരണ കാലഘട്ടത്തെ എന്ത് ത്യാഗം സഹിച്ചും ഞാനിതിനെ അതിജീവിക്കും. എനിക്ക് നഷ്ടപ്പെട്ട തേജസ് തിരികെ വേണം. ഇതാണ് ഒരു ഭക്തന്റെ ഉൾവിളി എന്ന് പറയുന്നത്. ഞാനെൻ്റെ തിസീസിന്റെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ അവതരിപ്പിക്കട്ടെ. Earthly suffering is painful and unavoidable because we live in a fallen world. ഭൗമികമായ വേദനകൾ, കഷ്ടതകൾ അത് മാറ്റാൻ സാധ്യമല്ല. അതിന് ലോകത്തിലെ ഏത് വലിയ കൊമ്പൻ വന്നാലും ഈ ഭൂമിയിലെ കഷ്ടത, രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും രക്ഷിക്കപ്പെടാത്തവരാണെങ്കിലും ഭൗമിക കഷ്ടതകൾ മാറ്റാൻ പറ്റില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് തകർച്ച സംഭവിച്ച ലോകത്തിലാണ്, ശാപം നിറഞ്ഞ ലോകത്തിലാണ്, ശാപം നിറഞ്ഞ ശരീരത്തിലാണ്. പ്രിയമുള്ളവരെ, വീണ്ടെടുക്കപ്പെടാത്ത ശരീരത്തിൽ നാം ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് എന്താണ്, കഷ്ടതയിൽ നിന്ന് മോചനമില്ല. ഏതെങ്കിലും തരത്തിൽ കഷ്ടതയിലൂടെ, പ്രയാസങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരും. ഒന്ന്, വിശദീകരണം നടത്താം. രണ്ട്, suffering becomes a pathway to heavenly glory. നമുക്ക് ദൈവം അനുവദിക്കുന്ന കഷ്ടതകൾ സ്വർഗീയ മഹത്വത്തിലേക്കുള്ള ഒരു വഴിയായിട്ടാണ്, ഒരു മാർഗമായിട്ടാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. അത് ക്രിസ്തുവിന്റെ കഷ്ടതകളുടെ ലെൻസിലൂടെ നോക്കിക്കാണാൻ പറ്റണം. After facing the suffering, he is seated at the right hand of the majesty of the Father. സകല കഷ്ടതകളും തികച്ച് അവൻ സ്വർഗോന്നതങ്ങളിൽ കയറിപ്പോയി പിതാവിന്റെ വലത്തു ഭാഗത്ത് ഇരുത്തപ്പെട്ടു. യേശു പറഞ്ഞു, നിങ്ങളും ഞാൻ എവിടെ ഇരിക്കുന്നു അവിടെ നിങ്ങളും ഇരുത്തപ്പെടും. എൻ്റെ കാൽ ചുവട് പിൻഗമിക്കുക. ക്രിസ്തുവിന്റെ മരണത്തോട് പങ്കാളികളാകുക, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോട് പങ്കാളികളാകുക. ക്രിസ്തുവിന്റെ ജീവിതമാണ് ക്രിസ്തു ഭക്തന്മാർക്ക് ഈ ലോകത്തിൽ ജീവിക്കാനുള്ളത്. ക്രിസ്തു അനുഭവിച്ച കഷ്ടതകളുടെ ലെൻസിലൂടെ നോക്കി കാണണം ഭൂമിയെ, കഷ്ടതയെ. അപ്പോൾ കഷ്ടത ശാപമല്ല, അത് അനുഗ്രഹത്തിലേക്കുള്ള പടിയാണെന്ന് മനസ്സിലാക്കാം. അത് നാശമല്ല, അത് ഉന്മൂല നാശത്തിലേക്കുള്ള വഴിയല്ല, അത് ക്രിസ്തുവിലൂടെ സ്വർഗീയ മഹത്വത്തിലേക്കുള്ള വഴിത്താരയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പ്രതിസന്ധിയിൽ പരിശുദ്ധാത്മാവിന്റെ തുണയുണ്ട്. സഭയിലെ ചാലക ശക്തിയായ പരിശുദ്ധാത്മാവിന്റെ the work of the Holy Spirit and the hope of the resurrection give meaning to our pain. നമ്മുടെ കഷ്ടതകൾക്ക് അർത്ഥം നൽകുന്നത് നമ്മുടെ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മുടെ കഷ്ടതകൾക്ക് അർത്ഥം നൽകുന്നത് ഈ കാലത്തിന് ശേഷം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ വലിയ പ്രത്യാശയിലാണ്. ആ വലിയ തേജസ്സിന്റെ മഹത്വത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണാൻ നമുക്ക് സാധിക്കും. ഭൂമിയിലെ കഷ്ടപ്പാടുകൾ നമ്മുടെ ഉള്ളിലെ ചോദ്യമായിരിക്കാം. വേദനാജനകവും, അല്ലെങ്കിൽ ഇവിടുത്തെ പാൻഡമിക്സ്, ഫാമിലി ക്രൈസിസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി, മെന്റൽ പ്രഷർ ആൻഡ് ഇൻജസ്റ്റിസ്. Christian suffering is not meaningless but redemptive, transformative and glory producing. പകർച്ചവ്യാധികളും കുടുംബ പ്രതിസന്ധികളും സാമ്പത്തിക അസ്ഥിരതയും മാനസിക സമ്മർദ്ദങ്ങളും അനീതി അടക്കമുള്ള ഇന്നത്തെ വെല്ലുവിളികളിൽ ക്രിസ്തീയ സഹനം അർത്ഥശൂന്യമല്ല. അത് മോചനമാണ്, അത് വിടുതലാണ്, അത് പരിവർത്തനാത്മകമാണ്, അത് മഹത്വം, തേജസ് ഉളവാക്കുന്നതാണ്. തേജസ്സിലേക്ക് നയിക്കുന്നത് കൊണ്ട്, മഹത്വത്തിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട്, ക്രിസ്തുവിന്റെ ഇരിപ്പിടത്തിലേക്ക് ആനയിക്കപ്പെടുന്നത് കൊണ്ട് ഈ ലോകത്തിലെ കഷ്ടം, മരണം പോലും ഒരു ഭക്തന് ഒന്നുമല്ലാതായി മാറുകയാണ്. ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ്. Why am I suffering even though I pray? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ഞാൻ കഷ്ടതയിൽ തുടരേണ്ടി വരുന്നു?
അതിനൊരു മറുചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. മറുചോദ്യമാണ്. യേശുക്രിസ്തുവും പൗലോസും ഈ ചോദ്യം ചോദിക്കാത്തത് എന്തുകൊണ്ടായിരുന്നു? ചില സെക്കൻഡുകളൊന്ന് ചിന്തിക്കൂ. ഞാനും നിങ്ങളും ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്ന എനിക്ക് എന്തുകൊണ്ട് ഈ കഷ്ടത? യേശുക്രിസ്തുവും പൗലോസും ഈ ചോദ്യം ചോദിക്കാത്തത് എന്തുകൊണ്ടായിരുന്നു? പൗലോസ് അപ്പോസ്തലൻ ദൈവം ഒരു മറുപടി കൊടുത്തു. കഷ്ടം മാറാൻ താൻ പ്രാർത്ഥിച്ചു. വലിയ തരക്കേടില്ലാത്ത പ്രശ്നമായിരുന്നു താൻ അഭിമുഖീകരിച്ചത്. പുറത്ത് മറ്റുള്ളവർ കണ്ടാൽ കളിയാക്കുന്ന വിധം എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പാതി അന്ധനായിരുന്നുവെന്നോ, മലമ്പനി വിട്ടുമാറാത്ത മലമ്പനി ബാധിച്ചിരുന്നുവെന്നോ, ഫിക്സ് ഇടയ്ക്കിടയ്ക്ക് വരുമെന്നൊക്കെ പറയാറുണ്ട്. അഭിപ്രായങ്ങളാണ്. എന്തുമായിക്കോട്ടെ, മനുഷ്യൻ നിന്ദിക്കുന്ന എന്തോ ഒരു പ്രശ്നം കലശലായി തുടർന്നുകൊണ്ടേയിരുന്നു. അത് തൻ്റെ മേലുള്ള ശൂലമാണെന്ന് പൗലോസ് പറഞ്ഞത്. ആ പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇത് മാറണം, ഇത് മാറണം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ തുടരുന്നത്? ദൈവം കൊടുത്ത മറുപടി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പിന്നീട് പൗലോസ് പറഞ്ഞത്, ഇത് ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോ നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറഞ്ഞാൽ സൗഖ്യമാണെന്നാണ്, അല്ലേ? പക്ഷെ പൗലോസിന്റെ പ്രാർത്ഥനയുടെ മറുപടി സൗഖ്യമാണെന്നല്ല, അതവിടെ ഇരിക്കട്ടെ എന്നാ. ആ മറുപടി കിട്ടിയപ്പോ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. ഐ ബോസ്റ്റ് ഓൺ മൈ സഫറിംഗ്. എന്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കുന്നു. ക്രിസ്തു അനുഭവിച്ച കഷ്ടത, ക്രിസ്തുവും ഒരു മനുഷ്യന്റെ തലത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം. ക്രിസ്തുവിന് കിട്ടിയ മറുപടി എന്താ? ക്രിസ്തുവിന് കിട്ടിയ മറുപടി എന്താ? താൻ എന്ത് മാറിപ്പോകാൻ പ്രാർത്ഥിച്ചോ ആ പാനപാത്രത്തിന്റെ അവസാനം മട്ടുവരെ ഊറ്റി കുടിക്കണം എന്നതായിരുന്നു ക്രിസ്തുവിന്റെ മേലുള്ള ദൈവഹിതം. മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ, തേജസ്സിലേക്ക് പ്രവേശിക്കാൻ ക്രിസ്തുവിന് കഷ്ടത അനിവാര്യം ആയിരുന്നു എങ്കിൽ എനിക്കും നിങ്ങൾക്കും എത്രമാത്രം ക്രിസ്തുവിനെ അനുഗമിക്കുകയാണ് നമ്മൾ. രണ്ടാമത്തെ ചോദ്യം, വൈ ഡു ഗുഡ് പീപ്പിൾ ഫേസ് ബാഡ് സിറ്റുവേഷൻസ്? മനുഷ്യൻ ദുരന്ത സമാനമായ മോശം സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നത് എന്തുകൊണ്ടാ? എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ ജിനു തങ്കച്ചൻ, നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ കുഞ്ഞ് കഴിഞ്ഞ ദിവസം മരിച്ചു. വലിയ വേദനയാ. നമ്മൾ ചോദിക്കും, അല്ലേ, എന്തുകൊണ്ടാ? കുഞ്ഞെന്ത് പിഴച്ചു? കുഞ്ഞിനെവിടെയാ തെറ്റിയത്? എന്തിനാ അപകട മരണങ്ങൾ? ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, കഷ്ടതകൾ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോ നമ്മുടെ മുന്നിലെ മറുപടി, ഇയ്യോബും ദാനിയേലും ജോസഫും അബ്രഹാമും മോശയും ഒക്കെ നല്ലവരായിരുന്നു. പക്ഷേ കഷ്ടത ഇല്ലാതെയല്ല അവർ ജീവിച്ചത്. കഷ്ടത എന്തിനു വേണ്ടിയാ? പണിതെടുക്കാൻ വേണ്ടിയാ. ദുരന്ത സമാനമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? ദൈവം തേജസ് മുൻനിർത്തിയാ ചിന്തിക്കുന്നത്. ദൈവം നിത്യതയിൽ നിന്നുകൊണ്ടാണ് നമ്മെ നോക്കുന്നത്. നമ്മൾ ഈ ഭൂമിയെ ജീവിക്കുമ്പോൾ നിത്യതയുടെ ആഴം അറിയാത്തത് കൊണ്ട് ഭൂമിയിലെ കഷ്ടപ്പാടുകൾ വലിയ ദുരന്തമായി നമുക്ക് തോന്നുന്നത്. ദൈവം അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ ജീവിതം പോലും ഒരു സെക്കൻഡ് പോലും ഇല്ലാത്തതാ. അപ്പൊ പിന്നെ ഇതിനകത്തുള്ള പ്രതിസന്ധി നമുക്ക് വലുതാ. പക്ഷെ ദൈവത്തിന് അതൊന്നുമല്ല. അവൻ തൻ്റെ ഭക്തന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ഈ ഭൂമിയിലെ താൽക്കാലികതയല്ല അവന്റെ മാനദണ്ഡം. നിത്യതയാണ്, തേജസ്സാണ്, മഹത്വമാണ് ദൈവം മാനദണ്ഡമാക്കുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവഭക്തൻ അവൻ എപ്പോൾ മരിച്ചാലും, മരണവിധം എങ്ങനെ ആയാലും, ശാപം പിടിച്ച ഈ ഭൂമിയിൽ, വീണ്ടെടുക്കപ്പെടാത്ത ഈ ശരീരത്തിൽ, ഈ ലോകത്തിലെ ഏത് പ്രശ്നവും കയറി പിടിക്കാൻ സാധ്യതയുള്ള ഈ ഭൗമിക ശരീരത്തിൽ എന്ത് സംഭവിച്ചാലും രക്ഷിക്കപ്പെട്ടവന് ഒരു ചുക്കുമില്ല. അത് ഏത് പ്രായത്തിൽ സംഭവിച്ചാലും ഒരു പ്രശ്നവുമല്ല. മരണത്തെ വെല്ലുവിളിക്കുന്നവനാ ക്രിസ്തു ഭക്തൻ. രക്ഷിക്കപ്പെട്ടവന്റെ മരണം
അവനത് വിഷയമേ അല്ല. അടുത്ത ചോദ്യം, why does God allow pain? ദൈവം എന്തുകൊണ്ടാ കഷ്ടത അനുവദിക്കുന്നത്? എന്തുകൊണ്ടാ അനുവദിക്കുന്നത്? നേരത്തെ പറഞ്ഞില്ലേ, ചിത്രശലഭം പോലെ രൂപപ്പെട്ടു വരാൻ. ആ കൂട്ടിനകത്തെ പുഴുവെന്ന തലത്തിൽ നിന്ന് മനോഹരമായ ശലഭമായി വർണ്ണാഭമായ ആ ചിറകുകൾ വിടർത്തി പറന്നുയരാൻ പ്രാപ്തമാക്കുകയാണ് കഷ്ടതയിലൂടെ ചെയ്യുന്നത്. ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് വ്യക്തികളെ രൂപപ്പെടുത്താനാ. ജോസഫ് കഷ്ടതയിലൂടെ കടന്നുപോയി അല്ലേ? ആർക്കും ഒരിക്കലും രക്ഷിച്ചെടുക്കാൻ സാധ്യതയില്ലാത്ത ആഴത്തിലേക്ക് അവൻ അടിച്ചൊതുക്കപ്പെട്ടു, തകർത്തെറിയപ്പെട്ടു, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. താന് പാനപാത്രവാഹകനോട് പറഞ്ഞു, എന്നെയും കൂടെ ഒന്ന് ഓർക്കണം. അവൻ പോയി മറന്നുപോയി. 2 വർഷം കഴിഞ്ഞിട്ടും അവൻ ഓർത്തില്ല. പക്ഷേ ജോസഫിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. എത്ര ആഴത്തിലേക്ക് തകർത്തെറിയപ്പെട്ടാലും ദൈവത്തിന്റെ സമയം വന്നപ്പോൾ, വയസ്സ് 30 അവിടെ നിന്ന് ജോസഫിനെ ദൈവം പൊക്കിക്കൊണ്ട് പുറത്തു വന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന ദൈവത്തിന്റെ സാക്ഷ്യമാ. കഷ്ടത അനുവദിക്കുന്നത് നമ്മെ രൂപപ്പെടുത്താന്. 30 വയസ്സിൽ മിസ്രൈമിന്റെ ഭരണാധികാരി 17 വയസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അതിന് പക്വമായില്ല. അവൻ പക്വമാകണം. 30 വയസ്സിൽ അവൻ മിസ്രൈമിന്റെ ഭരണാധികാരി ആയിരിക്കണമെങ്കിൽ 17 വയസ്സ് മുതൽ ഒരു 13 വർഷത്തെ പരിശീലന കളരി ആവശ്യമാണ്. എന്തിനാ കഷ്ടത അനുവദിക്കുന്നത്? നമ്മൾ പെർഫെക്ഷനിലേക്ക് കയറി വരാൻ വേണ്ടിയാണ്. ജോസഫ് ഉദാഹരണമാ, മോശ ഉദാഹരണമാ, ഇയ്യോബ് ഉദാഹരണമാ. ഹല്ലേലൂയ. അടുത്ത ചോദ്യം, why doesn't God stop evil? ദൈവം എന്തുകൊണ്ടാ തിന്മയെ അവസാനിപ്പിക്കാത്തത്, പാപത്തെ അവസാനിപ്പിക്കാത്തത്? രക്ഷിക്കപ്പെട്ടിട്ടും നമുക്ക് പാപം ചെയ്യാമല്ലോ. ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തുന്നില്ല. നമ്മുടെ ഇച്ഛാശക്തിയിൽ ദൈവം കൈ കടത്തുന്നില്ല. തെറ്റും ശരിയും വചനത്തിലൂടെ പറഞ്ഞു തരും. ഇതാണ് ശരി, ഇതാണ് തെറ്റ്, ഇതാണ് ശരിയായ വഴി, അത് തെറ്റായ വഴിയാ. തിരഞ്ഞെടുക്കേണ്ടത് മനുഷ്യന്റെ ഇച്ഛാശക്തിയിലാണ്. സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യുന്നിടത്ത് തിന്മയുണ്ടാകുന്നു. തിന്മ ദൈവം കൊണ്ടുവന്നതല്ല, തിന്മ ദൈവം സൃഷ്ടിച്ചതല്ല. മനുഷ്യൻ വഴിതെറ്റിയതിന് പറയുന്ന പേരാ തിന്മ. ദൂതൻ വഴിതെറ്റിയതിന് പറയുന്ന പേരാ പാപം. മനുഷ്യൻ വഴിതെറ്റിപ്പോയതിന് പറയുന്ന പേരാ പാപം, തിന്മ. ദൈവമല്ല തിന്മയെ സൃഷ്ടിച്ചത്. ദൈവം അനുവദിക്കുന്നതിന്റെ കാരണം എന്താ? സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നില്ല ദൈവം. ഒരു റോബോട്ടായിട്ടല്ല നമ്മെ സൃഷ്ടിച്ചത്. ബട്ടൺ അമർത്തുമ്പോൾ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ പോലെയല്ല. സ്വർഗവും നരകവും നിങ്ങളുടെ നാവിൻ തുമ്പത്തുണ്ട്, നിങ്ങളുടെ വാക്കുകളിൽ മേലുണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കാം, ഞാൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ, മരണത്തിലേക്കാണോ തേജസ്സിലേക്കാണോ. തേജസ്സാണ് ലക്ഷ്യമെങ്കിൽ മരണത്തെ വെല്ലുവിളിക്കണം. തേജസ്സാണ് ലക്ഷ്യമെങ്കിൽ അവഗണന അഭിമാനമായി മാറണം. മഹത്വമാണ് ലക്ഷ്യമെങ്കിൽ പരാതികൾ കൂടാതെ മഹത്വത്തിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് ധൈര്യത്തോടുകൂടി അപമാനങ്ങളെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കണം. ക്രൂശിനെ സഹിച്ചവൻ ദൈവസിംഹാസനത്തിന്റെ വലത്തു ഭാഗത്തിരുന്നു. ക്രൂശ് എന്ന് പറയുന്നത് കഷ്ടതയുടെ ചിഹ്നമാണ്, കഷ്ടതയുടെ അടയാളമാണ്. ക്രിസ്ത്യാനി ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ടി വരുന്ന സകല കഷ്ടതകളെയും ഒറ്റ ചിഹ്നം കൊണ്ട് അടയാളപ്പെടുത്തിയാൽ അതിന്റെ പേരാ ക്രൂശ്. ക്രൂശ് വഹിക്കണം. If anyone come after me, ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, deny himself, take up his cross and follow me. തന്നെത്താൻ ത്യജിക്കണം, മരിക്കണം. മരിക്കാൻ സന്നദ്ധമാകണം. മരിക്കാൻ കഴിയാത്ത സമർപ്പണം സമർപ്പണമല്ല. പഴയ നിയമ ഭക്തന്മാർക്ക് ഇത് മർമ്മമായിരുന്നു. അവർക്ക് അറിയത്തില്ലായിരുന്നു ഈ വെളിപ്പാട്. അതുകൊണ്ട് അവർ പറഞ്ഞു, എന്തുകൊണ്ടാ കഷ്ടത? ദൈവം എന്നെ മറന്നു, ദൈവം എന്നെ ഓർക്കുന്നില്ല, എനിക്ക് കാണാതെ വണ്ണം അവൻ നിന്റെ മുഖത്തെ നീ മറയ്ക്കുന്നു. ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയത് വ്യർത്ഥമായി പോയി, ഒരു പ്രയോജനവുമില്ല. പക്ഷെ പുതിയ നിയമ ഭക്തൻ ക്രിസ്തുവിലൂടെ കഷ്ടതയുടെ മഹത്വം വെളിപ്പാട് തിരിച്ചറിയുന്നു. അത് മഹത്വത്തിലേക്കുള്ള യാത്രയാ, അത് തേജസ്സിലേക്കുള്ള യാത്രയാ. ഹല്ലേലൂയ. അപ്പോ ബൈബിൾ
കഷ്ടതയെ മറച്ചു പിടിക്കുന്നില്ല, പകരം അതിന് ആഴമേറിയ അർത്ഥമാ നൽകുന്നത്. പ്രത്യാശ പകരുന്നു, ഭാവി വാഗ്ദാനം ചെയ്യുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് കഷ്ടതയെ സംബന്ധിച്ച വേദപുസ്തക അടിസ്ഥാനത്തെ പറ്റിയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വീഴ്ച സംഭവിച്ച, പാപം മൂലം തകർന്നു പോയ ഈ ലോകത്തിന്റെ ഒരു ഭാഗമാണ് കഷ്ടത. ഒഴിവാക്കാൻ പറ്റത്തില്ല. എത്ര മാറ്റാൻ ശ്രമിച്ചാലും മാറില്ല. തുമ്മലും പനിയും ജലദോഷവും ക്യാൻസറും അതും ഇതുമൊക്കെ ഉണ്ടാകും, മാറത്തില്ല. ഈ ഭൂമി വിടണം, ഈ ലോകം വിടണം. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കഷ്ടതയുണ്ട്. അത് മാറണമെങ്കിൽ ഈ പാപം നിറഞ്ഞ, ശാപം നിറഞ്ഞ ഈ ഭൂമി വിട്ട് ഭക്തൻ മാറണം. ആത്മാവെ വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ളൂ. ദേഹിയുടെ വീണ്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാ. ദേഹത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ഈ ഭൂമിയിൽ നിന്ന് മാറുമ്പോ, തേജസ്കരണത്തിലേക്ക് നയിക്കപ്പെടുമ്പോ മറ്റൊരു ശരീരം ദൈവം നമുക്ക് നൽകും. ആ ശരീരത്തിൽ വിശപ്പില്ലാത്ത ശരീരം, ദാഹമില്ലാത്ത ശരീരം, പാപമില്ലാത്ത ശരീരം, യാതൊരുവിധമായ പ്രതിസന്ധികൾക്ക് മടുക്കാൻ പറ്റാത്ത നിത്യമായി നിലനിൽക്കുന്ന സ്വർഗീയ ശരീരം. ആ ശരീരത്തിലേക്ക് എത്തുന്നതാണ് തേജസ്സിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത്. നിത്യ തേജസ്സിന്റെ ഘനം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഈ ലോകത്തിന്റെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. അടുത്ത ചിന്ത, ഒരു ഭക്തൻ അറിയേണ്ടത്, ഏത് പ്രതിസന്ധികളിലും ദൈവം സർവാധികാരിയാണ്. ദൈവത്തിന്റെ അനുവാദം കൂടാതെ ഒരു ഭക്തന്റെ മേൽ ഒന്നും ചെയ്യാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അതിന്റെ ഉദാഹരണമാണ് ഇയ്യോബിന്റെ ജീവിതം. ഇയ്യോബ് ദൈവസന്നിധിയിൽ നമ്മൾ വായിക്കുന്ന നിഷ്കളങ്കനും നേരിളവനും ദോഷമിട്ട് അകലുന്നതും ദൈവഭക്തനുമായി നടന്നു. ആ ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടത ദൈവം അനുവദിച്ചതാ. പിശാച് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നമുക്കറിയാം എന്താ, ദൈവം പെർമിഷൻ കൊടുത്തതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോലും ഇയ്യോബിനെ ബാധിക്കാൻ ആർക്ക് സാധ്യമല്ല? പിശാചിന് സാധ്യമല്ല. അതുകൊണ്ട് ഭക്തന്മാർ തിരിച്ചറിയേണ്ടത്, ലോകത്തിൽ കഷ്ടമുണ്ട്, മാറില്ല, കഷ്ടമുണ്ട്. പക്ഷേ ദൈവം അനുവദിക്കാതെ ഒരു ഇഞ്ച് പോലും നമ്മെ തൊടാൻ ഈ ലോകത്തിന്റെ ശക്തികൾക്ക് സാധ്യമല്ല. ചിലപ്പോൾ മരണം പോലും ദൈവം അനുവദിക്കാം. മരണത്തിൽ നിന്ന് നമ്മെ തേജസ്സിലേക്കാണ് കൊണ്ടുപോകുന്നത്. തേജസ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ മരണം ഭക്തന്റെ മുമ്പിൽ ഒന്നുമല്ല. അറിയേണ്ടത്, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന തിരിച്ചറിവാ. യെശയ്യാവിന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു അന്നത്തെ ഉസിയാവ്, ഭരണാധികാരി. ഉസിയാവ് മരിച്ചപ്പോ യെശയ്യാവ് പറഞ്ഞു, അയ്യോ ഇനി എന്ത് ചെയ്യും? അങ്ങനെയാണല്ലോ, ബന്ധക്കാരായ ആളുകൾ രാജാക്കന്മാരും ഭരണാധിപന്മാരുമായിരിക്കുമ്പോൾ അവരുടെ മരണം ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന് സാധ്യതയുള്ളതാണ്. എന്ത് ചെയ്യും? എൻ്റെ ഉപ്പാപ്പന അധികാരത്തിലിരുന്നത് മരിച്ചുപോയി, എന്ത് ചെയ്യും? പക്ഷേ യെശയ്യാവിന് ദൈവം കൊടുത്ത ദർശനം, യെശയ്യാവേ, ഉസിയാവാണ് ഇതുവരെ ഭരിച്ചത് ശരിയാ, പക്ഷേ ഉസിയാവിനെ നിയമിച്ചത് ഞാനാ. ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു. ദൈവമാ ഈ ലോകത്തിൽ ഭരണം നടത്തുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ ലോകത്തിൽ സംഭവിച്ചാലും, ആരൊക്കെ നമുക്കെതിരെ എഴുന്നേറ്റാലും, എത്ര വലിയ ശക്തികൾ ഈ ലോകത്ത് മാറിപ്പോയാലും, നാം ആശ്രയിച്ചേറ്റു പറഞ്ഞ എത്ര ശക്തികൾ ഈ ലോകത്ത് വിട വാങ്ങിയാലും, ദൈവമാ ഭരിക്കുന്നത്. സർവാധികാരി ദൈവമാ. അതുകൊണ്ട് ലോകത്തിൽ ഭക്തന് കഷ്ടതകളിലും പ്രതീക്ഷയുണ്ട്. മൂന്നാമത്തെ ചിന്ത, ജീസസ് ട്രാൻസ്ഫോം ദ മീനിങ് ഓഫ് സഫറിംഗ്. കഷ്ടതയുടെ അർത്ഥത്തെ, ധാരണയെ യേശു ക്രിസ്തു എന്താണ് തകിടം മറിച്ചു. കഷ്ടത ശാപമാണെന്ന പഴയ നിയമ ഭക്തന്മാർ ചിന്തിച്ചത്, ക്രിസ്തു അതിനെ മാറ്റിമറിച്ചു. കഷ്ടത ശാപമല്ല, അത് അനുഗ്രഹത്തിലേക്കുള്ള ചവിട്ടുപടിയായി ക്രിസ്തു മാറ്റി.
ഒരാളൊന്ന് ചോദിച്ചു, ഇവന്റെ അസുഖത്തിന്റെ കാരണം ഇവന്റെ അപ്പനാണോ? ഇവനാണ്. അവനുമല്ല, അവന്റെ അപ്പനുമല്ല. അത് ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടിയാ. എല്ലാ കഷ്ടതകളും പാപത്തിന്റെ പരിമിതികൾ കർത്താവ് കൊണ്ടുവന്നില്ല. താൻ രക്ഷിച്ചെടുത്ത്, താൻ വീണ്ടെടുത്ത്, താൻ ക്രൂശിൽ രക്തം ചൊരിഞ്ഞ് നേടിയെടുത്ത് തന്റെ ഭക്തന്മാർക്ക് വരുന്ന കഷ്ടതകൾ ശാപത്തിന്റെ പരിണിതഫലമല്ല. അവനല്ല, അവന്റെ അപ്പനല്ല. അതിന്റെ കാരണം ദൈവമഹത്വത്തിന് വേണ്ടിയാ. അവനെ തേജസ്സിലേക്ക് നയിക്കാൻ വേണ്ടിയാ, അവനെ മഹത്വത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയാ ഈ കഷ്ടത അനുവദിക്കുന്നത്. സഫറിംഗ് shapes our Christian character. കഷ്ടത നമ്മെ ക്രിസ്തീയ സ്വഭാവത്തിലേക്ക് ഉയർത്തുകയാ. കഷ്ടത സഹിഷ്ണുതയിലേക്ക്, കഷ്ടതയിലൂടെ സഹിക്കാനുള്ള കരുത്ത് നേടുന്നു. സഹിഷ്ണുത സിദ്ധതയിലേക്ക്, വ്യക്തിത്വത്തിലേക്ക്, പക്വതയിലേക്ക് കൊണ്ടുപോകുന്നു. ആ പക്വതയിൽ നിന്നുകൊണ്ട് മഹത്വത്തിന് വേണ്ടി പ്രത്യാശിക്കുന്നു, പ്രത്യാശയിലേക്ക് നയിക്കുന്നു. കഷ്ടത സഹിഷ്ണുത, സഹിഷ്ണുത പക്വത, പക്വത പ്രത്യാശയിലേക്ക് കൊണ്ടുപോകുകയാണ്. ക്രിസ്തുവിനൊരു ഭക്തൻ ഇങ്ങനെ കഷ്ടതയിലൂടെ തികഞ്ഞവനായി തീരുകയാ. അവൻ പക്വതയിലേക്ക് വരികയാ, അവൻ പ്രത്യാശയിലേക്ക് വരികയാ. ഈ ലോകത്തിന്റെ താൽക്കാലികതയെ അവൻ ചലഞ്ച് ചെയ്തുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി തന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുകയാണ്. മരണത്തെ ഭക്തൻ വെല്ലുവിളിക്കുകയാണ്. ക്രിസ്തുഭക്തന്റെ മുൻപിൽ മരണം ഭയക്കണം, മരണം വിറയ്ക്കണം. ഭക്തനല്ല വിറയ്ക്കുന്നത്, മരണം വിറയ്ക്കണം. കാരണം മരണത്തെ ചലഞ്ച് ചെയ്യാനാ ക്രിസ്തു ആവശ്യപ്പെടുന്നത്. ക്രിസ്തുവിന്റെ പ്രബോധനം എന്താണ്? എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ എന്ത് ചെയ്യണം? ക്രൂശ് എടുക്കണം. ക്രൂശ് എടുത്തവൻ എങ്ങോട്ട് പോകണം? അവൻ മലമുകളിലേക്ക് കയറണം. അവിടെ എന്താ? അവിടെ ക്രൂശീകരണമാ. വെറും മരണമാണോ? ത്യാഗമരണമാ, ഭീകരമായ മരണമാ, നാണം കെട്ട മരണമാ. അത് സഹിക്കണം, അത് സഹിക്കണം. യേശുവിനെ പറ്റി നമ്മൾ വായിക്കുന്നു, അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു. എന്ത് സന്തോഷമാണ്? പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന സന്തോഷം ഓർത്തു. ഞാനും നിങ്ങളും ഓർക്കേണ്ട സന്തോഷം അതാ. ഈ ഭൂമിയിലെ സന്തോഷമല്ല, ഇവിടുത്തെ അവസരങ്ങളിൽ ലഭിക്കുന്ന സന്തോഷമല്ല, ഇവിടുത്തെ ജോലിയിൽ, ഇവിടുത്തെ സമ്പത്തിൽ, ഇവിടുത്തെ സ്വാധീനത്തിൽ, ഇവിടുത്തെ ശക്തിയിൽ കിട്ടുന്ന സന്തോഷമല്ല. സ്വർഗത്തിൽ ക്രിസ്തുവിനോടൊപ്പം ഇരുത്തപ്പെടുന്ന സന്തോഷം ഓർത്തിട്ട് ഈ ലോകത്തിലെ അപമാനങ്ങളെ അലക്ഷ്യമാക്കണം. ക്രിസ്തുവിന്റെ ചരിത്രം, ക്രിസ്തുവിന്റെ അമ്മയെ ഇന്നും ഇസ്ലാം മത സഹോദരങ്ങളായ ആളുകൾ ചിലരെങ്കിലും യേശുവിന്റെ അമ്മയെ അഭിസാരിക എന്ന് വിശേഷിപ്പിക്കാറുണ്ട്, അല്ലേ? അതങ്ങനെയല്ല എന്ന് നമുക്കറിയാതിരിക്കുമ്പോഴും തർക്കിക്കാൻ പോകണ്ട. നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നിങ്ങളുടെ അമ്മയാണോ എൻ്റെ അമ്മ മറിയത്തെ നിങ്ങൾ അഭിസാരിക എന്നാണ് വിശേഷിപ്പിക്കുന്നതെങ്കിൽ എനിക്ക് ശേഷം വരാനിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വായിച്ചോളൂ. മത്തായിയെ കൊണ്ട് എഴുതിപ്പിച്ചു. താമാർ എൻ്റെ അമ്മച്ചി വലിയമ്മച്ചിയാ, രാഘാവ് എൻ്റെ വലിയമ്മച്ചിയാ, രൂത്ത് എൻ്റെ വലിയമ്മച്ചിയാ, അവരെ കൂടെ ചേർത്ത് വിളിച്ചോ. ഇതാണ് ക്രിസ്തുവിൻ്റെ ആറ്റിറ്റ്യൂഡ്. മരിക്കാൻ പിടിച്ചപ്പോൾ ആ മരണത്തെ അതിൻ്റെ പാരമ്യതയിൽ ഏറ്റുകൊണ്ടവൻ. അപമാനിച്ചപ്പോൾ അപമാനിക്കാൻ കുറച്ചും കൂടെ കിട്ടുകൊടുക്കുക. എൻ്റെ അമ്മയെ മാത്രം പറയണ്ട, പുറത്ത് വേറെ 2-3 അമ്മച്ചിമാരും കൂടെ ഉണ്ട്, അത് ഇതിനേക്കാളും വഷളായ ആൾക്കാരാ. അവരെ കൂടെ ചേർത്ത് പറഞ്ഞു. അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചവൻ ദൈവ സിംഹാസനത്തിന്റെ വലത്തു ഭാഗത്തിരുന്നു. യെശയ്യാ 53 നമ്മൾ വായിക്കുന്നു, ദൈവം അവന് ഏറ്റവും മേലായ നാമം നൽകി ഉയർത്തി. ഏറ്റവും മേലായ നാമം. സഹിച്ചാൽ ക്രിസ്തുവിനോട് കൂടെ വാഴും. സഹനം വാഴാൻ വേണ്ടിയാ, സഹനം ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, സഹനം ക്രിസ്തുവിനോട് കൂടെ വാഴാൻ വേണ്ടിയാ. ഒരിക്കൽ ബ്രിട്ടീഷ് രാജ്ഞിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടേണ്ട ആ പെൺകുഞ്ഞ് അപ്പനും അമ്മയൊക്കെ മരിച്ചു പോയപ്പോൾ അവളെ ഒരാൾ ട്രെയിൻ ചെയ്യുക, ഗുരു. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവൾക്കറിയത്തില്ലായിരുന്നു എന്തിനാ ഇങ്ങനെ കഷ്ടതയിലൂടെ ട്രെയിനിലൂടെ കടത്തി വിടുന്നതെന്ന്. അതെല്ലാം കഴിഞ്ഞ് അവളെ രാജ്ഞിയായിട്ട് അവരോധിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് ഈ ഗുരു അവളുടെ കാര്യം പറഞ്ഞു. ഇനി ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി നീയാണ്, സൈനിങ് അതോറിറ്റിയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇതായിരുന്നു എന്നെ പറ്റി ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ഞാൻ കുറച്ചും കൂടി പ്രിപ്പറേഷൻ എന്നെ തന്നെ വിട്ടു തരുമായിരുന്നു, ഞാൻ കുറച്ചും കൂടി ഒരുങ്ങേണ്ടതുണ്ടായിരുന്നു. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, നിത്യ തേജസ്സിലേക്ക് ഞാൻ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, നിത്യമഹത്വത്തിലേക്ക്, ആ തേജസ്സിലേക്ക് ഞാൻ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ, അന്ന് നമ്മൾ പറയും, കർത്താവേ ഇതായിരുന്നു അവിടുത്തെ ഉദ്ദേശമെങ്കിൽ ഞാൻ കുറച്ചും കൂടി കഷ്ടത സഹിക്കുമായിരുന്നു, ഞാൻ നേരത്തെ മരിച്ച് അങ്ങയുടെ അടുത്തേക്ക് ചേരാൻ കാക്ഷിക്കുമായിരുന്നു. തേജസ്സിന്റെ മഹത്വം അറിയണം, അതിന്റെ ശ്രേഷ്ഠത അറിഞ്ഞാൽ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നറിയുന്നു. പരിശോധന സ്ഥിരത ഉളവാക്കുന്നു, കഷ്ടത സ്ഥിരത ഉളവാക്കുന്നു.
അടുത്ത ചിന്ത, സഫറിംഗ് കണക്ട്സ് us with Christ. വേദന നമ്മെ ക്രിസ്തുവുമായി ബന്ധിപ്പിക്കുകയാണ്, ക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധിപ്പിക്കുകയാണ്. ക്രിസ്തു നടന്ന വഴികളിലൂടെ നടക്കാൻ, ക്രിസ്തു ജീവിച്ച ജീവിതം ജീവിക്കാൻ, ക്രിസ്തു മരിച്ച മരണം മരിക്കാൻ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ ഉയർപ്പ് സാധ്യമാക്കാൻ, ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം, ക്രിസ്തു ഇരുത്തപ്പെടുന്നിടത്ത് ഇരുത്തപ്പെടാൻ, ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം, ക്രിസ്തുവിനോടൊപ്പമുള്ള നടത്തം, ക്രിസ്തുവിനോടൊപ്പം തേജസ്സിൽ ജീവിക്കുകയല്ല, വാഴാൻ തേജസ്സിൽ വാഴാൻ, ക്രിസ്തുവിനോടൊപ്പം സഹിച്ചാലത്രേ സഹിക്കുന്നവൻ കൂടെ വാഴും. കഷ്ടത സ്ഥിരതയാണ്, കഷ്ടത നമ്മെ സ്ഥിരപ്പെടുത്തുന്നതാണ്, കഷ്ടത നമ്മെ തേജസ്സിലേക്ക് മാടി വിളിക്കുന്ന നന്മയാണ്. Suffering is temporary, glory is eternal. കഷ്ടത താൽക്കാലികമാ, ലോകം താൽക്കാലികമാ, ഞൊടി നേരത്തേക്കുള്ള കഷ്ടത. അത് കഴിഞ്ഞാൽ അത്യന്ത മാനവതിയായ നിത്യ തേജസ്, നിത്യഘനം, നിത്യ തേജസ്സിലേക്ക് വിളിക്കപ്പെട്ട ദൈവഭക്തന്മാർക്ക് ഈ ലോകത്തിലെ കഷ്ടത കേവലം ഞൊടി നേരം കൊണ്ട് തീരുന്നതാ. പ്രിയമുള്ളവരെ, നേരത്തെ പറഞ്ഞല്ലോ, രോഗം മാത്രമല്ല, ക്രിസ്തു നിമിത്തം നാം സഹിക്കേണ്ടി വരുന്ന സകലതും കഷ്ടതയുടെ പരിധിയിൽപ്പെടും. മാനസികമാകാം, ആത്മികമാകാം, വൈകാരികമാകാം, ബൗദ്ധികമാകാം, ശാരീരികമാകാം, മാനസികമാകാം, സാന്മാർഗികമാകാം. എല്ലാം ക്രിസ്തു നിമിത്തമാണെങ്കിൽ അത് കഷ്ടതയുടെ വിവിധ തലങ്ങളാ. ഏതുമായിക്കോട്ടെ, എന്തു വന്നാലും സഹിക്കാനുള്ള കരുത്ത് നേടണം. ക്രിസ്തുവിനെ പറ്റി നമ്മൾ വായിക്കുന്നു, അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരതുള്ളി പോലെയായി ഗെത്സമനയിൽ മാനസിക സമ്മർദ്ദത്തിന്റെ, മാനസിക വ്യഥയുടെ കൊടുമുടിയിലേക്ക് കർത്താവ് കയറി പിടിച്ചു നിന്നു. ശാരീരിക വ്യഥയുടെ കൊടുമുടിയിലേക്ക് കർത്താവ് കയറി. അവൻ തള്ളി പറഞ്ഞില്ല. അപ്പന് വിളിക്കുന്ന പോലെയായിരുന്നു പിശാച് പറഞ്ഞത്. നീ അപ്പന് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ എന്ന് പറയുമ്പോൾ കടിച്ചമർത്തി അവന് വരാനിരിക്കുന്ന സന്തോഷത്തെ ഓർത്തിട്ട് ആ ക്രൂശിൽ കർത്താവ് സ്ഥിരമായി നമുക്ക് വേണ്ടി നിലകൊണ്ടു വീണ്ടെടുപ്പ് സാധ്യമാക്കി. നമ്മെ രക്ഷിച്ചെടുക്കാൻ, നമ്മെ വീണ്ടെടുക്കാൻ ക്രിസ്തുവിന് മരിക്കേണ്ടി വന്നു. ആ വീണ്ടെടുപ്പിലേക്ക് തിരികെ കയറാൻ, ആ വീണ്ടെടുപ്പ് പ്രാവർത്തികമാക്കാൻ, യാഥാർത്ഥ്യമാകാൻ, അത് സബലീകരിക്കാൻ മരിക്കാനും ഞാൻ തയ്യാറാ എന്ന് പറയാൻ കഴിയുന്നിടത്താണ് ക്രിസ്തീയ ജീവിതം സാർത്ഥകമാകുന്നത്. കഷ്ടത നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുന്നത്. Suffering purifies our faith. Suffering reveals God's power. നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുകയാണ്. പൊന്ന് പുറത്തു വന്നതുപോലെ, വെള്ളി ശുദ്ധീകരിച്ചെടുക്കുന്നത് പോലെ. യോബ് പറഞ്ഞില്ലേ, ഞാൻ പൊന്നുപോലെ പുറത്തു വരും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. ഒരു ആത്മഹത്യയുടെ എല്ലാ സാധ്യതയും യോബിനുണ്ടായിരുന്നു. സ്വന്തം ഭാര്യ പോലും തള്ളിപ്പറഞ്ഞു. 10 മക്കളും നഷ്ടപ്പെട്ടു. ഉണ്ടായിരുന്ന സകല സമ്പത്ത്, തൻ്റെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു. ആരുമില്ല. കൂടെയുള്ള സ്നേഹിതന്മാർ പോലും തന്നെക്കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിച്ച് ഏറ്റവും ആരുമില്ലാത്ത അവസ്ഥയിൽ ആത്മഹത്യയുടെ ഒരേ ഒരു കാരണം, എനിക്കാരുമില്ല. അങ്ങനെ പറയാൻ ഒരാൾ ഈ ഭൂമിയിൽ ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ അത് ഇയ്യോബായിരുന്നു. ഇയ്യോബ് പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. അവൻ എന്നെ കൊന്നാലും. ഇതാ ഒരു ഭക്തന്റെ ഉറപ്പെന്ന് പറയുന്നത്. Suffering reveals God's power. ദൈവശക്തി വെളിപ്പെടുത്തുന്നതാണ്. ആമേൻ. കഷ്ടത എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളെ പറ്റി പറയുന്നു. എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവിടെ നിലവിളി ഞാൻ കേട്ടു. നമ്മുടെ കഷ്ടത കർത്താവ് കാണാതിരിക്കുന്നില്ല. അവഗണന കാണാതിരിക്കുന്നില്ല. ഒഴിവാക്കുന്നത് കാണാതിരിക്കുന്നില്ല. ചവിട്ടി ഒതുക്കുന്നത് കാണാതിരിക്കുന്നില്ല. മറന്നു കളയുന്നത് കാണാതിരിക്കുന്നില്ല. അനുഭവിക്കുന്ന വേദനകൾ കർത്താവ് കാണാതിരിക്കുന്നില്ല. ഫറവോൻ എന്ത് ചെയ്തു? അവൻ ഇസ്രായേലിലെ കുഞ്ഞുങ്ങളെ മുക്കിക്കളയാൻ, നദിയിൽ കൊന്നുകളയാൻ അവൻ പദ്ധതി ഇട്ടു. പക്ഷേ ദൈവം വെയിറ്റ് ചെയ്തു, കാത്തിരുന്നു. അവൻ ഫറവോന്റെ മകനും വളർന്നു. അവൻ വളർന്നു. ഇസ്രായേലിന്റെ കുഞ്ഞുങ്ങളെ നദിയിൽ മുക്കിക്കൊന്നവനെ ദൈവം വളർത്തി. അവൻ വളർന്നു. അവന്റെ മകൻ വലുതായി. അവന്റെ മകൻ കിരീടാവകാശിയായി തുടരാൻ തുടങ്ങുന്ന സമയത്ത് ആ മകനെ, ബാക്കി ഞാൻ പറയുന്നില്ല, ഇസ്രായേലിനെ പുറത്തു കൊണ്ടുവന്നു. ദൈവം പറഞ്ഞത്, ഇസ്രായേലിനെ, എൻ്റെ പുത്രനെ നീ വിട്ടു തരുന്നില്ലെങ്കിൽ, നിന്റെ പുത്രനെ തകർത്തിട്ടാണെങ്കിലും ഞാൻ എൻ്റെ മകനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. നദിയിൽ ചെയ്ത ഫറവോനെ ദൈവം വെറുതെ വിട്ടില്ല. നദിയിൽ ചെയ്തവന് കടലിൽ കൊടുത്തു.
അവൻ വളർന്നു 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 വന്നു. ഇസ്രായേൽ മക്കൾ രക്ഷപ്പെട്ട് ചെങ്കടലിന്റെ അപ്പുറത്ത് നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോ തങ്ങളെ ഉപദ്രവിച്ചു വന്ന ഈ ഫറവോൻ കടലിൽ തീരുന്ന കാഴ്ച അവർ കാണുന്നത്. പ്രിയമുള്ളവരെ, പ്രതിസന്ധികളിൽ കർത്താവ് സർവശക്തന്. അവൻ വിശ്വാസത്തിൽ നാം തുടർമാനമായി നിൽക്കുമ്പോൾ അവൻ വിശ്വാസത്തിൽ പ്രതികരിക്കുന്ന കർത്താവ്. ഏത് കഷ്ടത്തിന്റെ മധ്യത്തിലും ദൈവം അധികാരിയായി തുടരുന്നു. ദൈവത്തിന്റെ സർവശക്തിയെ നമ്മൾ തിരിച്ചറിയുന്നു. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ എൻ്റെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി വേഗം എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. കഷ്ടത ദൈവത്തിന്റെ ആബ്സെൻസ് അല്ല, ദൈവം കൂടെ ഇല്ലെന്നല്ല അർത്ഥം. ഗോഡ് ഈസ് വർക്കിംഗ് എന്നാണ്. ഗോഡ്സ് വർക്ക് ഈസ് ഇൻ പ്രോഗ്രസ് എന്നാണ്. ദൈവത്തിന്റെ പ്രവൃത്തി മൗനമായി ദൈവം ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ദൈവം സൈലന്റ്. ദൈവത്തിന്റെ മൗനത്തിനും അർത്ഥമുണ്ട്. ദൈവം ശാന്തമായിരിക്കുമ്പോഴും ദൈവം നമ്മെ മറന്നു കളഞ്ഞെന്നല്ല, അവൻ പ്രവർത്തന നിരതനാണ്. സഫറിംഗ് ഈസ് നോട്ട് ദ എൻഡ്. കഷ്ടത ഒരു അവസാനമല്ല. ഈ ഭൂമി കൊണ്ട് തീരുന്ന കഷ്ടതയോടുകൂടി നമ്മൾ ഉന്മൂലനാശം ചെയ്യപ്പെടുകയല്ല. അത് ഇറ്റ് ഈസ് നോട്ട് ദ ഡെസ്റ്റിനേഷൻ. ഗ്ലോറി ഈസ് ദ ഡെസ്റ്റിനേഷൻ. മഹത്വമാണ്, തേജസ്സാണ് അതിന്റെ അന്ത്യം, കഷ്ടതയല്ല. ഈ ലോകത്തിലെ കഷ്ടത നമ്മെ നയിക്കുന്നത് അതിന്റെ അന്ത്യം, അത് തേജസ്സാണ്. സഫറിംഗ് ഈസ് നോട്ട് പണിഷ്മെന്റ്. ഒരു ക്രിസ്തു വിശ്വാസിക്ക് കഷ്ടത ശിക്ഷയല്ല, ശിക്ഷയല്ല, ശാപമല്ല. അത് അവരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന പ്രിപ്പറേഷനാണ്, ഒരുക്കമാണ്. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുകയാണ്. സഫറിംഗ് റിമൂവ്സ് വേൾഡ്ലിനെസ്. ഈ ലോകമയത്വത്തെ ഇല്ലാതാക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് കഷ്ടത. നമ്മിൽ കൂടിയിരിക്കുന്ന, അടിഞ്ഞുകൂടിയിരിക്കുന്ന ലോകമയത്വം, ഭൗമികമായ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കി വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ, സ്വർണം ശുദ്ധീകരിക്കുന്നത് പോലെ നമ്മെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയയാണ് കഷ്ടത. അത് നമ്മെ സ്വർഗത്തെ ആഗ്രഹിക്കുന്ന, മഹത്വത്തെ ആഗ്രഹിക്കുന്ന, ഈ ലോകത്തെ വെറുക്കുന്ന തലത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു. ഒരിക്കലെങ്കിലും മരണം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഇവിടെയുണ്ടോ? ചത്തുപോയാൽ മതി, എന്തിനെങ്കിലും ജീവിക്കണമെന്ന് ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോഴത് കള്ളമാകും. യെശയ്യാവ് പറഞ്ഞില്ല, ഏലിയാവ് പറഞ്ഞിട്ടുണ്ട്, വലിയ ഭക്തന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകമയത്വം എന്തിനായി കഷ്ടത? കഷ്ടത കൂടുമ്പോഴാണ് പറഞ്ഞൊന്ന് മരിച്ചാ മതി, എന്തിനിങ്ങനെ ജീവിക്കണം? കഷ്ടത തരുന്നത് ലോകത്തെ വെറുക്കാനാ, മരണം ആഗ്രഹിക്കാനാ. ആത്മഹത്യ ചെയ്യരുത്. ദൈവം ഇച്ഛിക്കുന്ന സമയത്ത് ദൈവം വിളിക്കും. കഷ്ടത വരുമ്പോ അയ്യോ കൂടിപ്പോയി പറ്റുന്നോ, നിനക്ക് സഹിക്കാൻ പറ്റാത്ത പരീക്ഷ, കഷ്ടത അവൻ അനുവദിക്കുന്നില്ല. കഷ്ടതയിലൂടെ നമ്മെ അവൻ രൂപപ്പെടുത്തുകയാണ്. ചിത്രശലഭം പോലെ വർണ്ണാഭമായ ചിറകുകൾ വിടർത്തി പറന്നുയരാൻ, തേജസ്സിലേക്ക് പറന്നുയരാൻ ഈ ലോകത്തിൽ ദൈവം നമ്മെ പ്രിപ്പയർ ചെയ്യുകയാ, ഒരുക്കിയെടുക്കുകയാ. അതുകൊണ്ട് സകല അവഗണനകളും അഭിമാനമായി എടുക്കണം, സകല കഷ്ടങ്ങളും അഭിമാനമായി എടുക്കണം. Suffering teaches us to walk by faith. കഷ്ടത നമ്മെ വിശ്വാസത്താൽ നടക്കാൻ പഠിപ്പിക്കുകയാ, വിശ്വാസം കൊണ്ട് നടക്കാൻ നമ്മെ പ്രാപ്തമാക്കുകയാ. വിശ്വാസത്തിന്റെ പവർ നമുക്ക് മനസ്സിലാക്കി തരികയാ. വിശ്വാസം പരിചയ, വിശ്വാസം പരിചയ. ഏത് ശക്തിയെയും തകർത്ത് മുന്നേറാൻ തന്നിരിക്കുന്ന പരിചയ വിശ്വാസം. വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ജീവിതം ഇല്ല. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് കഷ്ടപ്പാടുണ്ടെന്നാ. കഴുത്ത് മുതൽ കാലറ്റം വരെ ശരീരം മുഴുവനും മറഞ്ഞു നിൽക്കുന്ന റോമൻ പടയാളിയുടെ പരിചയം ഒന്ന് മനസ്സിൽ കണ്ടാൽ മതി. ഇതെന്തിനാ തന്നിരിക്കുന്നത്? മുൻപിൽ പ്രതിസന്ധി ഉണ്ടെന്ന അതിന്റെ അർത്ഥം. അതുകൊണ്ട് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പരിചയ തന്നിരിക്കുന്നത് മുൻപിൽ പ്രതിസന്ധി ഉണ്ടെന്നതിന്റെ തെളിവ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ വിശ്വാസം കാത്തു, ഞാൻ വിശ്വാസം കാത്തു. എൻ്റെ പരിച അവസാന നിമിഷം വരെ ഞാൻ പ്രതിസന്ധികളെ അതിജീവിച്ച് പടവെട്ടി മുന്നേറി. വിശ്വാസം കാത്തു അല്ലേ? Suffering pushes us close to prayer, holiness and God's presence. കഷ്ടത നമ്മെ എന്താണ്? ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാ, പ്രാർത്ഥനയിലേക്ക് അടുപ്പിക്കുകയാ, വിശുദ്ധിയിലേക്ക് അടുപ്പിക്കുകയാ, ദൈവ സിംഹാസനത്തിലേക്ക് നമ്മെ അടുപ്പിക്കുകയാ. കഷ്ടത നമ്മെ നിത്യമായ റിവാർഡുകളിലേക്ക് കൊണ്ടുചെല്ലുകയാണ്. നിത്യമായി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അവാർഡുകളിലേക്ക്, റിവാർഡുകളിലേക്ക് നമ്മെ നയിക്കുന്നത് ആ കഷ്ടത. Suffering is God's tool to reveal His strength in our weakness. കഷ്ടത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ഉപകരണമാ. എന്താ? കഷ്ടതയിൽ ബലഹീനതയിൽ നമ്മെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ ഒരു ഉപകരണമാ കഷ്ടത. Suffering is God's tool. ദൈവത്തിന്റെ ഉപകരണമാ കഷ്ടതയിൽ നമ്മെ ശക്തീകരിക്കുന്ന.
ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനങ്ങൾ. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലൊന്ന് ആഴ്ന്നിറങ്ങട്ടെ. വാക്കുകൾ ഞാനിവിടെ വേഗത്തിൽ ഉപസംഹരിക്കുകയാണ്. ട്രസ്റ്റ് ഗോഡ് when he is silent. കർത്താവ് ശാന്തനായിരിക്കും തോന്നുമ്പോഴും, മൗനമായിരിക്കുന്നു തോന്നുമ്പോഴും ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്ത് ശാന്തമായിരിക്കുക. ഇയ്യോബ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ദൈവം ഒരുക്കിയ ആ അനുഭവം തനിക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. എപ്പോഴെങ്കിലും മരണം കൊതിച്ചതിലേക്ക് താൻ വീണു പോയിരുന്നുവെങ്കിൽ ഒരിക്കലും ആ രണ്ടാമത്തെ ജീവിതഘട്ടത്തിൽ തനിക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. ശാന്തമായിരിക്കൂ, ബലത്തോടെ ഇരിക്കൂ, ആശ്രയബോധത്തോടുകൂടെ ഇരിക്കൂ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. പ്രേ ഡീപ്ലി, ആഴത്തിൽ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. സഫറിംഗ്, കഷ്ടത നമ്മെ പ്രാർത്ഥനയുടെ പുതിയ തലങ്ങളിലേക്ക് നയിക്കുകയാണ്. പ്രാർത്ഥന ഒരു പെറ്റീഷനായിട്ടല്ല കാണേണ്ടത്. പ്രാർത്ഥന നമ്മുടെ പിതാവായ ദൈവവുമായുള്ള സ്നേഹ സംഭാഷണമായി മാറണം. ദൈവവുമായുള്ള സ്നേഹ സംഭാഷണമായി മാറണം. അതൊരു അച്ചടക്കത്തിന്റെ പ്രാർത്ഥനയായിട്ടല്ല. ഏത് സന്ദർഭത്തിലും ദൈവത്തോട് ഒരു കൂട്ടുകാരനെ പോലെ സംസാരിക്കാൻ കഴിയുന്ന സ്നേഹ സംഭാഷണമായി പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളിലേക്ക് ഉയരാൻ കഷ്ടത നമ്മെ പര്യാപ്തമാക്കുന്നു. Hold on to promises. കഷ്ടതയിൽ അകപ്പെടുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഓർക്കണം. യെശയ്യാവ് 43:2, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നീ തീയിൽ കൂടി കടക്കുമ്പോൾ വെന്തു പോകയില്ല, നീ നദികൾ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയയില്ല, നീ തീച്ചുളയിൽ കൂടി കടന്നാൽ വെന്തു പോകയില്ല, അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. കഷ്ടതയിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ലുക്ക് ബിയോണ്ട് ദ പ്രസന്റ്. ഈ വർത്തമാന കാലത്തിനപ്പുറത്തേക്ക് കഷ്ടതയെ ഒന്ന് കാണുക, ഒന്ന് ഉപമിക്കുക. എന്തിനാ ഈ കഷ്ടത? വർത്തമാന കാലത്തിനപ്പുറത്തേക്ക് ഭാവിയെ ഓർത്ത് പുഞ്ചിരിയിടുന്നവൾ സഭ. ഭാവിയെ ഓർത്ത് പുഞ്ചിരിയിടുന്ന ആ ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ. കംഫർട്ട് അതേഴ്സ്. മറ്റുള്ളവരെ പ്രതിസന്ധിയിൽ സഹായിക്കാൻ, അവർക്ക് കരുത്തു പകരാനാ കഷ്ടത നമുക്ക് അനുവദിക്കുന്നത്. ഒരു ദൈവദാസൻ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് എന്തിനാ? വിശ്വാസികളെ ധൈര്യപ്പെടുത്താൻ, അവരെ പ്രതിസന്ധികളിൽ അവർക്ക് ആശ്വാസമായി മാറാനാ. സ്റ്റേ കണക്റ്റഡ് ടു ദ വേർഡ്. ദ ബൈബിൾ ബിക്കംസ് അലൈവ് ഇൻ സഫറിംഗ്. ഈ കഷ്ടതയിൽ ധൈര്യത്തോടുകൂടെ ഇരിക്കാൻ നമുക്ക് ഊർജം പകരുന്നത് നമ്മൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന നമ്മുടെ വിശുദ്ധ വേദപുസ്തകമാണ്. എത്ര പ്രതിസന്ധികളിലൂടെ ഇത് കടന്നു വന്നു. ഇതിനെ തകർത്ത് കളയുമെന്ന് പറഞ്ഞവർ, ആ പറഞ്ഞവന്റെ കൊട്ടാരത്തിൽ ഈ പുസ്തകം അച്ചടിക്കത്തക്ക വിധം ദൈവം അതിന്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ചെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കഷ്ടത നമ്മെ തകർത്ത് കളയുന്നതല്ല. തകർത്ത് കളയാൻ മനുഷ്യർ തയ്യാറാക്കിയ ഈ പുസ്തകം ഇന്നും ജീവിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളും ജീവിക്കും. നമ്മൾ മഹത്വത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ജീസസ് ഇൻ എവരി ട്രയൽ. ഏത് പ്രതിസന്ധിയിലും കർത്താവിനെ കാണാൻ നമുക്ക് സാധിക്കണം. എബ്രായലേഖനം 12:1 നമ്മളിങ്ങനെ വായിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക, യേശുവിനെ നോക്കുക. എൻ്റെ വാക്ക് ഞാനിവിടെ ഉപസംഹരിക്കട്ടെ. 1-2 കഥകൾ പറഞ്ഞ് ഞാനിവിടെ നിർത്തുകയാണ്. ഭൗമിക കഷ്ടത വിശ്വാസത്തിന്റെ ശത്രുവല്ല, അത് തേജസ്സിലേക്ക് നയിക്കുന്ന വളമാണ്. ക്രിസ്തുവിന്റെ കുരിശ് ഇന്ന് നമുക്കൊരു കിരീടമായി മാറുകയാണ്. കഷ്ടത അഭിമാനമായി മാറുകയാണ്. വേദന നമ്മുടെ ലക്ഷ്യമായി മാറുകയാണ്. പരീക്ഷണങ്ങൾ നമ്മുടെ സാധ്യതകളും ആയി മാറുകയാണ്, പ്രതീക്ഷകളായി മാറുകയാണ്. കഷ്ടത നമ്മെ നാശത്തിലേക്ക് നയിക്കുന്ന ദുരന്തമല്ല, ദൈവ തേജസ് ധരിപ്പിക്കുന്ന മഹനീയ അനുഭവമാണ്. ക്രിസ്ത്യാനി മരണം നിമിത്തമല്ല കഷ്ടപ്പെടുന്നത്, പുനരുദ്ധാന നിമിത്തമാണ്. മരണവേദനയല്ല, പുനരുദ്ധാനത്തിന്റെ വേദനയാ. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിന്റെ വേദനയാ. ഒരമ്മ കുഞ്ഞിന് ജന്മം നൽകുന്ന വേദനയാ. മരണവേദനയല്ല, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിന്റെ വേദനയാ. നമ്മൾ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നതിന്റെ വേദനയാ വേർപാടിൽ അനുഭവിക്കുന്നത്. വിരിയാൻ പാകമായ മുട്ടയിൽ നിന്ന് ഒരു കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നത് പോലെയുള്ള വേദനയാണ് ഇവിടെ നമ്മൾ മരണം കൊണ്ട് അനുഭവിക്കേണ്ടത്, ഇവിടുത്തെ കഷ്ടത കൊണ്ട് അനുഭവിക്കേണ്ടത്. അപ്പുറത്തുള്ള പ്രത്യാശ ഓർത്തുകൊണ്ടുള്ള വേദനയാ. ആ വേദന ദീർഘമായ വേദനയല്ല, അത് നമ്മെ ബുദ്ധിമുട്ടിക്കത്തില്ല, അത് നമ്മെ നിരാശപ്പെടുത്തത്തില്ല. പ്രതീക്ഷയോടുകൂടിയുള്ള അംഗീകരിച്ചുകൊണ്ടുള്ള വേദനയാ. ചലഞ്ചിങ് ആപ്ലിക്കേഷൻ എന്നൊരു ഭാഗം കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഓടിച്ചത് വായിച്ചു നിർത്താം. 2-3 മിനിറ്റ് കൊണ്ട് വാക്കും സംഗ്രഹിക്കും. ഞൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. നമ്മുടെ യേശു കർത്താവിന്റെ ജീവിതം ഇങ്ങനൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്. യേശുവിനെ കൊല്ലാൻ വേണ്ടി ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഇവരെ ഇതോടുകൂടി അങ്ങ് തീർക്കണം, ഇവരിനി തുടർന്നാൽ പ്രശ്നമാണ്, ഇവനെ അനുവദിക്കാൻ പാടില്ല, എന്നേക്കുമായി ഇവനെ തീർക്കണം. അവർ പട്ടണം പണിതിരുന്ന മലയുടെ മുകളിലേക്ക് യേശുവിനെ കൊണ്ടുപോയി.
അവിടെ കൊണ്ടുപോയി യേശുവിനെ തള്ളിയിട്ട് കൊന്നുകളയാൻ ഭാവിച്ചു. മരിക്കാൻ വേണ്ടി വന്ന കർത്താവ്. നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, അവനോ അവരുടെ നടുവിൽ കൂടി നടന്ന് തൻ്റെ വഴിക്ക് പോയെന്നാണ്. ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല. ക്രിസ്തുവിനെ കൊന്നുകളയുമെന്ന് പറഞ്ഞവർ, ക്രിസ്തുവിൻ്റെ ജീവിതം തികച്ച് മരിക്കാൻ പോകുന്നവനെ ചാറ്റൽ മഴ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ആ ഉറപ്പാണ് നമുക്ക് വേണ്ടത്. മോശയും യോശുവയും ഒക്കെ ചെങ്കടലും യോർദാനും ഒക്കെ വിഭാഗിച്ചവരാ. പ്രശ്നങ്ങളെ വകഞ്ഞു മാറ്റി ഉണങ്ങിയ നിലത്തിൽ കൂടി പോയവരാ. ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ നോക്കിയപ്പോൾ ക്രിസ്തു ചെങ്കടലും യോർദാനുമൊന്നും വിഭാഗിക്കാൻ നോക്കിയില്ല. അവൻ ചെങ്കടലിൻ്റെയും യോർദാൻ്റെയും മുകളിലൂടെയാണ് പോയത്. അവൻ ഗലീല കടലിൻ്റെ മുകളിലൂടെ നടന്നു വന്ന് അവൻ കടലിൻ മീതെ നടന്നു. പ്രതിസന്ധികൾക്ക് മുകളിലൂടെ നടന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല അധികാരത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. കഴുകന്റെ പരിശീലനം എന്ന് പറഞ്ഞ വാക്കുകൾ ഉപസംഹരിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ട്, എങ്കിലും കേട്ടില്ലാത്ത ചില ചിന്തകൾ കൂടെ ഒന്ന് പറയാം. കഴുകൻ തൻ്റെ കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നതാണ്. നല്ല പതുപതുത്ത മെത്ത പോലെയുള്ള തൂവലുകൾ കൊണ്ട് കൂടൊരുക്കും. ഉയർന്ന പാറക്കെട്ടുകളിലും പർവ്വതങ്ങളുടെ മുകളിലും വലിയ വൻമരങ്ങളിലും ആ കൂട് വെക്കുന്നത്. അതിനകത്ത് മുട്ടയിടും. കുഞ്ഞ് പുറത്തു വരുമ്പോൾ വളരെ സുഖകരമായ നിലയിൽ കുഞ്ഞ് ആ ആസ്വാദ്യകരമായ അനുഭവമൊക്കെ അങ്ങ് നുകർന്ന് മുമ്പോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം തള്ളക്കഴുകൻ, അമ്മക്കഴുകൻ ഈ പുറത്തുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ആ തുവലുകളൊക്കെ എടുത്ത് മാറ്റും. അകത്തുള്ള കമ്പുകൾ കൊണ്ട്, ചില്ലകൾ കൊണ്ട് കുത്തേൽക്കുമ്പോൾ വല്ലാതെ വേദന അനുഭവിക്കും. അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആ കുഞ്ഞുങ്ങളെ നീക്കി ആ കൂടിൻ്റെ അടുത്തേക്ക് വശത്തേക്ക് കൊണ്ടുവരും, ഏറ്റവും അറ്റത്തേക്ക് കൊണ്ടുവരും. താഴേക്ക് വലിയ ഗർത്തം, ആ കുഴിയാണ്. അപ്പോൾ കുഞ്ഞ് പേടിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ അമ്മ കുഞ്ഞിനോട് ചേർന്നിരിക്കും. കുറച്ച് 1-2 ദിവസം കഴിയുമ്പോൾ ഈ അമ്മക്കഴുകൻ ഈ കുഞ്ഞിനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ തള്ളി താഴേക്കിടും. അപ്പോഴേക്കും ഈ അപ്പൻ കഴുകൻ ഏറ്റവും അടിഭാഗത്തേക്ക് പോകും. കുഞ്ഞ് അവിടെ നിന്ന് പേടിച്ച് താഴേക്ക് വരുമ്പോൾ ആ തലയടിച്ച് പാറയിലടിച്ച് ചാകുന്നതിന് മുൻപ് ഈ അപ്പൻ കഴുകൻ ഈ കുഞ്ഞിനെ കൊത്തിയെടുത്ത ചിറകൽ കയറ്റി മുകളിലേക്ക് പറക്കും, കൊണ്ട് കൂട്ടിൽ കൊണ്ട് നിക്ഷേപിക്കും. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. 2-3 ദിവസങ്ങൾ ഇങ്ങനെ ആവർത്തിക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ കഴുകൻ കുഞ്ഞിങ്ങനെ മനസ്സിൽ പറയും, എന്തൊരു കഷ്ടമാ, എന്തൊരു ജീവിതമാ, എന്തൊരു പ്രയാസമാ, എന്തൊരു നാശം പിടിച്ച ജീവിതമാ എന്നൊക്കെ ചിന്തിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യുന്നറിയാമോ? ഇതിൻ്റെ 2 ചിറകുകൾ ഒന്ന് അനക്കാൻ തുടങ്ങും, ഇതൊന്ന് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഇതറിയാതെ ഇതിങ്ങനെ ഈ വായുവിൽ അങ്ങ് പറന്നു നിൽക്കുന്നത് കാണും. ഇത് അനുഭവിക്കും. ഇതിൻ്റെ 2 ചിറകുകളുടെ മഹത്വം ഇത് മനസ്സിലാക്കും. കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പരിശീലനം തുടർന്ന് കുറച്ച് കഴിയുമ്പോൾ അമ്മയെപ്പോലെയും അപ്പനെ പോലെയും ഈ കുഞ്ഞ് പറക്കാൻ തുടരും. ഈ പറക്കൽ എവിടെയാണെന്നറിയാമോ? ചെന്ന് കയറുന്നത്, അത് പറന്ന് കയറുന്നത് മേഘങ്ങൾക്ക് മുകളിലാണ്. എത്ര വലിയ വീഴ്ചയിലേക്കാണ് തള്ളിയിട്ടത്, എത്ര ഭീകരമായ പ്രതിസന്ധിയിലൂടെയാണ് ആ കുഞ്ഞ് കടന്നുപോയത്. പക്ഷേ എന്തിനു വേണ്ടിയായിരുന്നു പരിശീലനം? എന്തിനു വേണ്ടിയാ അത്രയും വലിയ വീഴ്ച? എന്തിനു വേണ്ടി അത്രയും വലിയ താഴ്ച? അത്രത്തോളം ഉയരാനാ. മേഘം നിൽക്കുന്നത് 8000 അടികൾക്ക് മുകളിലാണെങ്കിൽ നല്ലൊരു കഴുകൻ പറന്ന് നിൽക്കുന്നത് 23,000 അടിക്ക് മുകളിലാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ കഴുകനെ പ്രതിസന്ധിയിലാക്കാൻ, ഇല്ലാതാക്കി കളയാൻ സാധ്യതയുള്ള മഴ മേഘങ്ങൾക്കും 3 മടങ്ങ് മുകളിൽ നിന്നുകൊണ്ട് ആ പ്രതിസന്ധിയെ ഉറ്റുനോക്കുന്ന കഴുകന്റെ കരുത്ത് എങ്ങനെ ആർജിച്ചത്? പ്രതിസന്ധിയിലൂടെ, വേദനയിലൂടെ, കഷ്ടപ്പാടിലൂടെ ആർജിച്ച കരുത്തിൽ കഴുകൻ മഴ മേഘങ്ങൾക്ക് 3 മടങ്ങ് മുകളിൽ പറന്നുയർന്നു നിൽക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴ വരുമ്പോൾ, കാർമേഘം ഉരുണ്ടുകൂടുമ്പോൾ, കൊച്ചു പക്ഷികൾ ഈ മരച്ചില്ലകളിൽ അഭയം തേടുമ്പോൾ കഴുകൻ ചെയ്യുന്നത് അവൻ മേഘങ്ങൾക്ക് മുകളിൽ പറക്കും. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഉയർന്നു പറക്കാനാ, തേജസ്സിലേക്ക് കൊണ്ടുപോകാനാ നമ്മെ കർത്താവ് നയിക്കുന്നത്. വീട്ടിൽ നട്ടു വളർത്തിയ ചെടിയും കാട്ടിൽ ആരുടെയും സഹായമില്ലാതെ വളർന്ന കാട്ടുതടിയും, വീട്ടിൽ വളർന്ന ചെടിയുടെ തണ്ട് പോലെ ആർക്കും ഒടിച്ചു കളയാൻ പറ്റുന്ന തരത്തിൽ ജീവിക്കാനല്ല ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. തലോടാൻ ആരുമില്ല, വെള്ളമൊഴിക്കാൻ ആരുമില്ല, വളമിടാൻ ആരുമില്ല, പരിചരിക്കാൻ ആരുമില്ല, അവസരം തരാൻ ആരുമില്ല, ഒന്ന് കൈപിടിക്കാൻ ആരുമില്ല. അവഗണനകളുടെ മധ്യത്തിലും വളരുന്ന കാട്ടുതടി, ആർക്കും ഒടിക്കാൻ പറ്റാത്ത വിധം കരുത്തുള്ളവനായി അവന്റെ വേര് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവൻ വെള്ളം സമാഹരിച്ചുകൊണ്ട് സ്വന്തമായി വളർന്നവൻ, ദൈവത്തിന്റെ കരുത്തുകൊണ്ട്, കൃപ കൊണ്ട് വളർന്നവനെ തകർക്കാൻ ആർക്കും കഴിയില്ല.
ആർക്കും ഒടിച്ചു കളയാൻ പറ്റുന്ന ചെടിയുടെ തണ്ട് പോലെയല്ല, കാട്ടിലെ കരുത്തന്മാരായ മരങ്ങളായി വടവൃക്ഷങ്ങളായി ജീവിക്കാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ ഇന്ന് പകലിൽ ഓർക്കട്ടെ, കഷ്ടത 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 ദൈവഹിതമാ, കഷ്ടത തേജസ്സിലേക്കുള്ള വഴിയാ.